Welcome back. Today we will discuss a new topic that it is transport in plants. ഈ ചാപ്റ്റർ വരുന്നത് ഫിസിയോളജിയിലാണ്. പ്ലാന്റ് ഫിസിയോളജിക്കകത്തുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. ഒരുപാട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നീറ്റിന് വരാവുന്ന ഒരു ഭാഗമാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾ NCERT-യുമായി ബന്ധപ്പെട്ട ഒരു പെരിഫറൽ പോർഷൻ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ട്രാൻസ്പോർട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടും ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടും. ഒന്ന് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ അകലം കുറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ടാണ്, ദൂരം കുറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ടാണ്, അടുത്തുള്ള ട്രാൻസ്പോർട്ടാണ്. നമുക്ക് ഡിഫ്യൂഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക്, ഒരു സെല്ലിൽ നിന്ന് ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക്, ഒരു ഇൻ്റർസെല്ലുലാർ സ്പേസിൽ നിന്ന് സെല്ലിനകത്തേക്ക്. അതാണ് ഡിഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലുമായിട്ടുള്ള ഇൻട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡെസ്മാറ്റ. അത് നിങ്ങൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസം മറ്റൊരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസം നമ്മളെ ബന്ധത്തിനാണ് പ്ലാസ്മോഡെസ്മാറ്റ. ആ പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷനിലൂടെയാണ് ഈ ഇങ്ങനെയുള്ള മോളിക്യൂൾസുകൾ ട്രാൻസ്ഫർ ചെയ്യുക. സോ ഡിഫ്യൂഷൻ നടത്തുക. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെ സെൽ മെംബ്രെയിനിലൂടെ പുറത്തേക്ക് ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് ഡിഫ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. ഏതൊക്കെയാണ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടാണ്. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് മെയിൻലി ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സെൽ ടു ഇന്റർസെല്ലുലാർ സ്പേസ് ട്രാൻസ്പോർട്ട്. സോ ദാറ്റ് മെയിൻലി ഒക്കർ ബൈ ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നത് പ്ലാസ്മോഡെസ്മാറ്റ എന്താണെന്ന് പറയണം. പ്ലാസ്മോഡെസ്മാറ്റ എന്താ? ഇറ്റ് ഇസ് ദ നെയ്ബറിംഗ് സൈറ്റോപ്ലാസ്മിക് റിലേഷൻ അല്ലെങ്കിൽ നെയ്ബറിംഗ് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ഇസ് കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ആരാ നടന്നത്? ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് ആണ്. ഓക്കെ, ഡിഫ്യൂഷനും ഓസ്മോസിസ് ആണ് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് നടന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ലൊക്കേഷൻ. ട്രാൻസ്ലൊക്കേഷൻ നടത്തുന്ന ആരുടെ സഹായത്തോടു കൂടിയാണ്? ട്രാൻസ്ലൊക്കേഷൻ മെയിൻലി ഡൺ ബൈ ക്സൈലം ആൻഡ് ഫ്ലോയം. ക്സൈലവും ഫ്ലോയവുമാണ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് നിർവഹിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിൽ ക്സൈലം നിർവഹിക്കുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഫ്രം റൂട്ട്സ് ടു അതർ പാർട്സ്. ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഫ്രം റൂട്ട്സ് ടു അതർ പാർട്സ് ആണ് ആര് നിർവഹിക്കുന്നത്? ക്സൈലം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ക്സൈലം നിർവഹിക്കുന്നത് സൈലം ഈസ് യൂണിഡയറക്ഷണൽ. ആൻഡ് ഫ്ലോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് substances from leaves to root is called phloem transport. Okay, so it is a bidirectional. Okay, phloem transport is called bidirectional and xylem transport is called unidirectional. എന്തുകൊണ്ടാണ് xylem transport unidirectional വിളിക്കാൻ കാരണം? ബിക്കോസ് ഒരിക്കലും ഒരു സസ്യജീവജാലങ്ങളും മഴ പെയ്യുമ്പോൾ ഒരിക്കലും ഒരു സസ്യജീവജാലം ഇങ്ങനെ നിൽക്കുന്നില്ല. മഴവെള്ളമേ വാ എന്നും പറഞ്ഞിട്ട് ഒരു ലീഫും ഒരു ഇലകളും ഇങ്ങനെ നിന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലേ? ഈ മഴവെള്ളങ്ങളൊക്കെ താഴേക്ക് വന്നിട്ട് മണ്ണിലേക്ക് ഊർന്നിറങ്ങിയിട്ട് മണ്ണിൽ നിന്നും വേര് വഴിയാണ് പ്ലാന്റിന്റെ വ്യത്യസ്തമാർന്ന ഭാഗങ്ങളിലേക്ക് എന്ത് കൊണ്ടുപോകുന്നത്? വെള്ളത്തിനെ, മിനറൽസിനെയും കൊണ്ടുപോകുന്നത്. സോ വാട്ടർ ആൻഡ് മിനറൽസ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ക്സൈലം. ഇറ്റ് ഈസ് യൂണിഡയറക്ഷണൽ, സിംഗിൾ ഡയറക്ഷണൽ. നേരെ മണ്ണിൽ നിന്നും നേരെ റൂട്ട് ഹെയേഴ്സ് നിന്ന് നേരെ എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പിഡേമിസ്, അതുപോലെ തന്നെ കോർട്ടെക്സ്, അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ പാസേജ് സെല്ല്, അതുപോലെ തന്നെ അങ്ങനെ പോയിട്ട് നേരെ ക്സൈലത്തിലൂടെ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തു. ദാറ്റ് ഇസ് യൂണിഡയറക്ഷൻ. ഫ്ലോയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബൈഡയറക്ഷൻ. എങ്ങനെ ഫ്ലോയം ബൈഡയറക്ഷൻ ആയത്? എങ്ങനെയാണ്? ഫ്ലോയം എന്ന് പറഞ്ഞ സാധനം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയാണ്. ലീവ്സിലും സ്റ്റെമ്മിലൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത്? ബൈ ദ പ്രോസസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണം എന്ന പ്രവർത്തനത്താൽ ഭക്ഷണ പദാർത്ഥങ്ങളെ ഇലയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയതിനു ശേഷം ആ ഭക്ഷണ പദാർത്ഥങ്ങളെ നേരെ ലീഫുകളിൽ നിന്ന്, സ്റ്റെമ്മുകളിൽ നിന്നും നേരെ സിങ്കിലോട്ട്. സോ ലീഫ് ഈസ് കോൾഡ് സോഴ്സ്. ആ സോഴ്സുകളിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങളെ നേരെ താഴോട്ട് കൊണ്ടുവന്നിട്ട് വേരുകളിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ്. സോ വേരുകളാണ് സിങ്ക് അല്ലെങ്കിൽ വേരുകളിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ. പക്ഷേ ചില കാലാവസ്ഥകളിൽ വെയിലില്ലാത്ത കാലാവസ്ഥ അല്ലെങ്കിൽ റെയിനി സീസൺ വിന്റർ സീസണിലൊക്കെ എന്താണ് സൂര്യപ്രകാശം കുറവായിരിക്കും. ആ സമയത്ത് ഫോട്ടോസിന്തസിസ് നിർവഹിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. അപ്പം എന്ത് ചെയ്യും? നേരെ സിങ്കിൽ നിന്നും നേരെ ഭക്ഷണ പദാർത്ഥത്തിന് മേലോട്ട് കൊണ്ടുപോകും. സോ സാധാരണ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണത്താൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇലകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭക്ഷണ പദാർത്ഥങ്ങളെ നേരെ താഴോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. പക്ഷേ ചില കേസുകളിൽ അതായത്
എന്താ പറയുക, സൂര്യപ്രകാശം ഇല്ലാത്ത കാലാവസ്ഥകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സിങ്കിൽ നിന്ന്, അതായത് വേരുകളിൽ നിന്ന് ഭക്ഷണ പദാർത്ഥത്തെ, നേരത്തെ സംഭരിച്ചു വെച്ച ഭക്ഷണ പദാർത്ഥത്തെ വേരുകളിൽ നിന്ന് ഇത് നേരെ ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതുകൊണ്ടാണ് യൂണി ഡയറക്ഷണൽ എന്നല്ല, എന്താണ് ഫ്ലോയം ട്രാൻസ്പോർട്ട് ഈസ് ബൈ ഡയറക്ഷണൽ. മേലെന്ന് താഴേക്കും വരും, താഴ്ന്ന് മേലേക്കും പോകും. അതുകൊണ്ടാണ് ഫ്ലോയം ട്രാൻസ്പോർട്ട് ഈസ് ബൈ ഡയറക്ഷണൽ വിളിക്കുന്നതും xylem ട്രാൻസ്പോർട്ട് ഈസ് യൂണി ഡയറക്ഷണൽ വിളിക്കുന്നതും. സോ വാട്ട് യു മീൻ ബൈ xylem ട്രാൻസ്പോർട്ട്? Xylem transport is the transport of water and minerals from roots to other parts of the plant is called xylem transport. It is unidirectional. It is also called ascent sap transport. Okay, phloem transport is also called, phloem transport മറ്റൊരു പേര് വിളിക്കുന്നുണ്ട്. Phloem transport is also called mass flow. Phloem transport is also called mass flow hypothesis or pressure flow hypothesis. Mass flow hypothesis or pressure flow hypothesis. So phloem transport is transport of food substances from leaves to transport of food substances from leaves to roots അല്ലെങ്കിൽ leaves to other parts is called phloem transport. It is bidirectional. It is also called mass flow hypothesis or pressure flow hypothesis. Okay, so ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് രണ്ട് ടൈപ്പാണുള്ളത് കാര്യമായിട്ട്. വൺ ഈസ് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട്, സെൽ ടു ഇന്റർസെല്ലുലാർ സ്പേസ് ട്രാൻസ്പോർട്ട്. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. അപ്പോൾ അതിനെ ഏറ്റവും സഹായിക്കുന്നത് പ്ലാസ്മോഡെസ്മാറ്റ ആൻഡ് ഓൾസോ സെൽ മെമ്പറൈൻ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലൊക്കേഷനാണ്, വളരെ ദൂരങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. ദേ ആർ മെയിൻലി ക്യാരിഡ് ഔട്ട് ബൈ xylem and phloem. Xylem phloem ആണ് അത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. Xylem carry out water and minerals from roots to various other parts of the plant is called xylem transport. Water and minerals from roots to other part is called xylem transport. It is unidirectional and it is also called ascent sap, or it is also called ascent sap, or it is also called cytoplasmic streaming. It is also called sorry. This simple short distance transport is also called cytoplasmic streaming എന്നും വിളിക്കുന്നുണ്ട്. So xylem transport means transport of water and minerals from soil to various part is called xylem transport. It is unidirectional. It is also called ascent sap, or phloem transport is the transport of food substances from source to sink. It is bidirectional. It is also called mass flow hypothesis or pressure flow hypothesis. Hope you all understood. Okay, next we will discuss about diffusion. Okay, next we will discuss about various transport. Okay, various transport methods. Okay, various transport methods. One is diffusion and another one is active transport. Another one is facilitated diffusion or facilitated transport. Diffusion means movement of molecule or movement of water molecules from higher concentration to lower concentration. Movement of water molecules from higher concentration to lower concentration. അതിനിടക്ക് ഒരു പെർമിയബിൾ, അതിനിടക്ക് ഒരു കാരിയർ പ്രോട്ടീൻ ഇല്ല, ഇറ്റ് ഈസ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ, ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പൊ എന്താ, ഒഴുക്കിനനുസരിച്ചാണ് നീന്തുന്നത്. അപ്പൊ എങ്ങനെ, ഇറ്റ് ഈസ് എലോങ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ. ഇറ്റ് ഈസ് പറയണോ, ഫസ്റ്റ് പോയിന്റ്, it is along concentration gradient. It is along the concentration gradient. അല്ലെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചാണ്. രണ്ടാമത്തെ, അവിടെ ഊർജ്ജമില്ല, നോ നീഡ് ഓഫ് നോ എനർജി യൂസേജ്. എന്തില്ല, നോ എനർജി യൂസേജ് അവിടെ ഇല്ല. നോ സാച്ചുറേഷൻ അവിടെ എത്തുന്നില്ല, നോ സാച്ചുറേഷൻ. ആൻഡ് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ് പ്രോസസ്, വളരെ സ്പീഡിൽ, വളരെ വേഗത്തിൽ നടക്കും. അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്, ഈ ചിത്രത്തിന് നോൺ ആണ്, മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം, ഇവിടെ എത്ര ഒരുപാടില്ലേ, ഇവിടെ കുറച്ചല്ലേ ഉള്ളൂ. മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ടു ലോവർ വാട്ടർ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ.
That is called simple diffusion. അത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഊർന്നിറങ്ങി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരും. Okay, that is called simple diffusion. It is the movement of water molecules from higher water potential to lower water potential along the concentration gradient. No need of energy. No need of energy. എനർജിയുടെ ആവശ്യമില്ല. Does not acquire any saturation. Does not acquire any saturation. അത്ര സെലക്റ്റീവ് ഒന്നുമല്ല. ഇവിടെ സെലക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വേറെ കാരിയർ പ്രോട്ടീൻസ് ഒന്നുമില്ല. അത്ര സെലക്റ്റീവ് ഒന്നുമല്ല. ഇറ്റ് ഇസ് നോട്ട് അപ്ഹിൽ ട്രാൻസ്പോർട്ട് അല്ല, സെലക്റ്റീവ് അല്ല, സാച്ചുറേഷൻ എത്തുന്നില്ല, സ്പെഷ്യൽ മെംബ്രെയിനുകളൊന്നും ഉപയോഗിക്കുന്നില്ല, ATP ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ, സിമ്പിൾ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ടു ലോവർ വാട്ടർ കോൺസെൻട്രേഷൻ. ഉയർന്ന ഗാഢതയിൽ നിന്നും താഴ്ന്ന ഗാഢതയിലേക്ക് വാട്ടർ മോളിക്യൂൾസിന്റെ സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റിനെ എന്ത് വിളിക്കുക നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുക. So simple diffusion means movement of water molecules from higher concentration to lower concentration is called simple diffusion. Okay, it is along the concentration gradient. No energy is used, no saturation reached. It is a fast process. But നോക്കൂ, it requirement of special membrane protein. No, it does not require any special membrane protein. Selective ആണോ? അല്ല. Saturation എത്തുന്നുണ്ടോ? ഇല്ല. Uphill transport ആണോ? അല്ല. ATP using ഉണ്ടോ? ഇല്ല. Now active transport എന്താ? Movement of molecules from lower water potential or lower concentration to higher concentration. Movement of water molecules from lower water concentration to higher water potential. സ്വാഭാവികം ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ എന്താണ് അവിടെ എനർജി യൂസിങ് വരും. ഒഴുക്കിനനുസരിച്ചാകുമ്പോൾ അവിടെ ഇരുന്ന് കൊടുത്താൽ അങ്ങനെ പോകുന്നോളും. ബട്ട് ഒഴുക്കിനെതിരെ നീന്തുന്നു ആലോചിച്ചാൽ മതി. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ എന്താണ് സ്വാഭാവികം എനർജി ആക്റ്റീവ് ആണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്, എനർജി അവിടെ ഉപയോഗിക്കണം. വേണ്ട മക്കളെ, അങ്ങനെ ആലോചിച്ചാൽ മതി. സോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മീൻസ് എന്താണ്? മൂവ്മെന്റ് ഓഫ് വാട്ടർ molecules from lower concentration to higher concentration. Okay, so it is against concentration gradient. It is against concentration gradient. It is against concentration gradient. Energy using undo, energy using undu. Saturation etho, saturation reaches. Saturation eppoഴെത്തുക? When all membrane proteins are used. When all membrane proteins are used. എപ്പോഴാ സാച്ചുറേഷൻ എത്തുക? When all these membrane proteins are used. Membrane proteins മുഴുവനായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് they will reach saturation. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടിന്റെ കേസിലും സാച്ചുറേഷൻ എത്തുക? When all these membrane proteins have been used, it is said to be saturated. എപ്പോഴാ സാച്ചുറേഷൻ എത്തുക? When all the membrane proteins have been used, it is said to be saturation. So movement of water molecules, and also it is very slow process. So only വായിച്ചു നോക്കാം. Active transport എന്താ? Movement of water molecules from lower concentration to higher concentration, okay, through a membrane, through a carrier protein, through a membrane. Okay, അപ്പൊ ലോവർ ഹയർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇറ്റ് റിക്വയർ എനർജി. സാച്ചുറേഷൻ എപ്പോഴെത്തുക? when all the membrane proteins have been used, it reaches saturation. So special membrane protein ആവശ്യമുണ്ടോ? ഉണ്ട്. സെലക്റ്റീവ് ആണോ? ആണ്. സാച്ചുറേഷൻ എത്തും. എപ്പോഴെത്തുക? when the complete membrane proteins have been used, it is said to be saturated. And uphill transport ആണോ? ആണ്. ATP ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, എല്ലാം ശരിയാണ്. Okay, so എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ? മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ഇസ് കോൾഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. Lower to higher, so it is against concentration gradient, so energy is required. Saturation reaches when all the membrane proteins have been used. It is said to be saturated. And this process is slow process. കാരണം എന്താ? കാരിയർ മെംബ്രെയിൻ പ്രോട്ടീൻസ് കൂടെ ക്യാരി ഔട്ട് ചെയ്യണം. ആൻഡ് സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീൻ ഉണ്ടോ? യൂസ് ചെയ്യുന്നുണ്ട്. സെലക്റ്റീവ് ആണോ? ആണ്. കാരണം സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ കണ്ട അണ്ടനെ അടകോടനെ ഉള്ളിൽ കടത്തി വിടൂല. വളരെ സെലക്റ്റീവ് ആയെങ്കിൽ മാത്രമേ കടത്തി വിടുള്ളൂ. സെലക്റ്റീവ് ആയവരെ മാത്രമേ കടത്തി വിടുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഇസ് സെലക്റ്റീവ്. സാച്ചുറേഷൻ എത്തുന്നുണ്ട്. എപ്പോ? when complete membrane proteins have been used. uphill transport ആണോ? ആണ്. അല്ലേ? from lower to higher concentration അല്ലേ? and ATP യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്.
Now, facilitated transport എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ത്രൂ എ കാരിയർ പ്രോട്ടീൻ. മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ത്രൂ എ കാരിയർ പ്രോട്ടീൻ. കാരിയർ പ്രോട്ടീൻ നിർബന്ധമാണ്. അതാണ് എന്ത് ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഫെസിലിറ്റേറ്റ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഞാൻ മലപ്പുറത്തുള്ള ഒരാൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ക്ലാസ് എടുക്കാൻ വരിക, സ്വാഭാവികം ഐ ആം എ ന്യൂ പേഴ്സൺ ടു യു. ഓക്കെ, കാസർഗോഡാണ്. സ്വാഭാവികം നമ്മൾ അവിടെ വരുമ്പോൾ നിങ്ങളുടെ സാറ് പെട്ടെന്ന് നിങ്ങളുടെ ക്ലാസ് എനിക്ക് പരിചയമല്ല, അപ്പം നിങ്ങളുടെ ക്ലാസ്സിലേക്ക് എന്നെ സാറ് ദിസ് ഈസ് യുവർ ക്ലാസ്, ഹീ ഈസ് ഫെസിലിറ്റേറ്റഡ് മീ ഇൻ ടു യുവർ ക്ലാസ് റൂം. ഞാൻ അപ്പുറത്തേക്ക് പിന്നെ സാറ് വരേണ്ട ആവശ്യമല്ല, പിന്നെ ഞാനാണ്, പിന്നെ ഐ ആം യുവർ ടീച്ചർ. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് പരിചയമല്ല, ബാത്റൂം എവിടെ, ടോയ്ലറ്റ് എവിടെ, ടോയ്ലറ്റിലേക്ക് സാർ ഇതാണ് വഴി, ദിസ് ഇസ് ടോയ്ലറ്റ്. അപ്പോൾ ടോയ്ലറ്റിലേക്ക് ഹീസ് ഫെസിലിറ്റേറ്റിംഗ് മീ, സംബഡി ഈസ് ഫെസിലിറ്റേറ്റിംഗ് മീ ടു ദ ടോയ്ലറ്റ്, ഉള്ളിലേക്ക് പിന്നെ ഞാൻ മതി. ഓക്കെ, അതേപോലെ ഇവിടെ ഈ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരിയർ പ്രോട്ടീൻസ് വളരെ നിർബന്ധമാണ്. കാരിയർ പ്രോട്ടീൻസ് ആർ വെരി വെരി നെസസറി. ആൻഡ് molecules move from higher concentration to lower concentration. Molecules move from higher concentration to lower concentration. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് ഒരു നെറ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അത്ര വലിയ ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ല. കാരണം എന്താണ്, കാരിയർ പ്രോട്ടീൻസ് എപ്പോഴും വേണം. കാരിയർ പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, എങ്ങനെയാണ് ഈ കാരിയർ പ്രോട്ടീൻസിലുള്ള ട്രാൻസ്പോർട്ട് ഇവിടെ കണ്ടോളൂ. എങ്ങനെ ട്രാൻസ്പോർട്ട്, ദിസ് മോളിക്യൂൾസ് വിൽ റീച്ചസ് ദിസ് പോറിൻ. ഈ ഹോൾസിനെ വിളിക്കുന്ന പേരാണ് പോറിൻസ് എന്നാണ് വിളിക്കുക, പോറിൻസ്. ഈ പോറിൻസിലോട്ട് എന്ത് ചെയ്യും, ഈ മോളിക്യൂൾസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യുന്നു. ആ പോറിൻസിലോട്ട് ഈ മോളിക്യൂൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി മൂവ് ലൈക്ക് ദിസ്. ഇതിനകത്ത് കൂടെ ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്തെറിയും. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ചാനൽ പ്രോട്ടീൻ. ഓക്കെ, വാട്ടർ ചാനൽ പ്രോട്ടീൻ ആണ്. ഓക്കെ, വാട്ടർ ചാനൽ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീൻ ഈസ് മേഡ് അപ്പ് ഓഫ് 8 അക്വാപോറിൻസ്. 8 അക്വാപോറിൻസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്തു കൂടെ എങ്ങനെയാണ് മോളിക്യൂൾസ് ആദ്യം ഈ പോറിനിലേക്ക് വന്നിട്ട് ടച്ച് ചെയ്യും, ആൻഡ് അതിനകത്തു കൂടെ ഇതിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഉള്ളിലേക്കാണ് ഇട്ടും. ദാറ്റ് ഇസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അത് ക്വസ്റ്റ്യൻ വരാറുണ്ട്, എങ്ങനെയാണ് മോളിക്യൂൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യും എന്നിട്ട് അതിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ളിൽ ഒരൊറ്റയിടില്ല. ദാറ്റ് ഇസ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട്. സോ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. എങ്ങനെയാണ്, ദ കാരിയർ പ്രോട്ടീൻസ് ഹാവ് ബീൻ ഫെസിലിറ്റേറ്റഡ് ദം into the cell. So it requires special membrane protein. ശരിയല്ലേ? സെലക്റ്റീവ് ആണോ? ആണ്. സാച്ചുറേഷൻ എത്തുന്നുണ്ടോ? ഉണ്ട്. എപ്പോ? when complete membrane proteins have been used. Membrane proteins, മെംബ്രെയിന്റെ മുകളിലുള്ള ഈ സെൽ മെംബ്രെയിന്റെ മുകളിലുള്ള എല്ലാ പ്രോട്ടീൻസുകളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഇതാണ് സെൽ മെംബ്രെയിൻ, ഈ സെൽ മെംബ്രെയിന്റെ മുകളിലുള്ള എല്ലാ പ്രോട്ടീൻസുകളും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സെഡ് ടു ബി സാച്ചുറേറ്റഡ്. ആൻഡ് ഇറ്റ് ഇസ് അപ്ഹിൽ ആണോ? അല്ല. ബിക്കോസ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, സെയിം ആസ് ദിസ്. ആൻഡ് ATP യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ ATP യൂസ് ചെയ്യുന്നില്ല. ആകെ ATP യൂസ് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ. ആകെ അപ്ഹിൽ എവിടെ മാത്രമാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മാത്രമാണ്. ഓക്കെ, that is the difference between simple diffusion, active transport and facilitated transport. ഈ ഡയഗ്രാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാം ക്ലിയർ ആവും. ഓക്കെ, നൗ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അഫക്റ്റഡ് ബൈ. എന്തൊക്കെയാണ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അഫക്ട് ചെയ്യുന്നത്? സോ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അഫക്റ്റഡ് ബൈ എന്തൊക്കെയാണ് ഇവിടെ നോക്കൂ. ഒന്നാമത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒന്നാമത്തേതാണ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. രണ്ടാമത്തത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, അല്ലെ? ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഡിഫ്യൂഷൻ, ലോവർ ടു ഹയർ ആണെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആ സമയത്ത് നമ്മൾ കാരിയർ പ്രോട്ടീൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട്. ഓക്കെ, സോ അടുത്തത് പെർമിയബിലിറ്റി. ഓക്കെ, സെലക്റ്റീവ്ലി പെർമിയബിൾ ആവും. ഏത് കേസിൽ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ കേസിലും അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടിന്റെ കേസിലും ഏതാണ്? സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിരിക്കും, ഹൈലി സെലക്റ്റീവ് ആയിരിക്കും, ബിക്കോസ് കാരിയർ പ്രോട്ടീൻസ് ഹാവ് ബീൻ യൂസ്ഡ്. അടുത്ത എന്താണ്? ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ്. സ്മോൾ സബ്സ്റ്റൻസ് ആണെങ്കിൽ നന്നായി മൂവ് ചെയ്യും, ലാർജ് സബ്സ്റ്റൻസ് ആണെങ്കിലോ മൂവ് ചെയ്യൂല. ഓക്കെ, സോ ഇങ്ങനത്തെ ടൈപ്പ് മോളിക്യൂൾസ് അതിലൂടെ മൂവ് ചെയ്യാം. ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾസുകൾ, ലിപ്പിഡ് സൊലിബിലിറ്റി ആയിട്ടുള്ള മോളിക്യൂൾസ്, അത് നിർബന്ധം എഴുതിയിരിക്കണം. ഏതൊക്കെ ടൈപ്പ് മോളിക്യൂൾസ് ആണ്? ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾസും അതുപോലെ തന്നെ ലിപ്പിഡ് സോലിബിൾ ആയിട്ടുള്ള മോളിക്യൂൾസുകളാണ് ഇതിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുക. കാരണം ദിസ് മെംബ്രെയിൻ ഈസ് lipid bilayer molecule. According to fluid mosaic model, it is a lipid bilayer molecule. So hydrophilic ആയിട്ടുള്ള മോളിക്യൂൾസ് വന്നിട്ട് കാരിയർ പ്രോട്ടീൻസിന്റെ പോറിൻസിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നു, അതിലൂടെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഷുഡ് ബി ലിപ്പിഡ് സോലിബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആവണം. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. സോ ഇതിനകത്തൊരു എക്സാമ്പിൾ വരുന്നുണ്ട്. വാട്ടർ ചാനൽ ഇസ് മേഡ് അപ്പ് ഓഫ് 8
aquaporin molecule. 8 aquaporin molecules ne kondana water channel undakiyittulladu. Okay, so water channel is made up of, water channel engane undakiyittulladu 8 different aquaporins. 8 different aquaporins 1 2 3 angane apporthum. Okay, 4 angane 4 ne apporthum 8 different types of aquaporin molecules ne kondana innittu ee molecule oda vannittu attach cheyunu idillude ingane transport ullayekku varunu. That is the mechanism. So hope you all understand. So rate of diffusion affected by temperature and pressure, concentration gradient, permeability of the membrane and type of substances are the factors affecting the rate of diffusion. Hope you all understood. Next we will discuss about facilitated transportuകൾ 3 തരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടുകൾ 3 തരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെ? കാരിയർ പ്രോട്ടീൻസിന്റെ മുകളിലൂടെ 3 തരത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. കാരിയർ പ്രോട്ടീൻസിന്റെ മുകളിലൂടെ 3 തരത്തിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. ഇഫ് ദിസ് ഇസ് എ മെംബ്രെയിൻ, ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് 3 ടൈപ്പായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ദിസ് ഇസ് എ മെംബ്രെയിൻ ആൻഡ് ദിസ് ഇസ് ദ കാരിയർ പ്രോട്ടീൻ, ദിസ് ഇസ് എ കാരിയർ പ്രോട്ടീൻ, ദിസ് ഇസ് എ കാരിയർ പ്രോട്ടീൻ. ഓക്കെ, if a single molecule is moving through this A, that is called uniport, and if 2 molecules are transported in opposite direction A and B, it is called antiport. If 2 molecules are directed in same direction, if 2 molecules transported in same direction A and B, it is called symport. So 3 type of transport. One is uniport, antiport and symport. Uniport, if single molecules are independently transported, it is called uniport. If 2 molecules dependent and 1 molecule towards in and 1 molecule towards out, it is called antiport. And symport means 2 molecules are dependable in same direction, it is called symport. Okay, next we will discuss about water potential. Okay, ശ്രദ്ധിച്ചോളൂ. What do you mean by water potential? എന്താണ് water potential എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. What do you mean by water potential? Water potential എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if we are considering a system of pure water, its water molecules, kinetic energy of the water molecules will be very high. Kinetic energy of water molecules will be high. That is equal to water potential. അതിനെയാണ് നമ്മൾ water potential എന്ന് വിളിക്കുക. It is the ability of water molecules to move within a system is called water potential. ഒരു പ്യുവർ വാട്ടർ ആണെങ്കിൽ, വളരെ ബെസ്റ്റ് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ക്ലാസ് റൂമിനകത്ത് പെട്ടെന്ന് നിങ്ങളുടെ ആർട്സ് ഫെസ്റ്റ് ഒക്കെ വന്നു. ആർട്സ് ഫെസ്റ്റ് വരുമ്പോൾ തലേ ദിവസം നിങ്ങളോട് എന്ത് ചെയ്തു, അധ്യാപകർ വന്നിട്ട് പറയും നിങ്ങളുടെ ബെഞ്ചും ഡെസ്കൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെ നിങ്ങളൊക്കെ എടുത്തിടും അല്ലേ? അങ്ങനെ ബെഞ്ചും ഡെസ്കൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് റൂം നിങ്ങൾ എന്നും കാണാത്ത ടൈപ്പ് ക്ലാസ് റൂമാണ്. വിശാലമായ ആരുമില്ല, ഒന്നുമില്ലാത്തൊരു ക്ലാസ് റൂമാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാകുന്നു, എസ്പെഷ്യലി ഫോർ ബോയ്സ്. ഒരു കെട്ടുബന്ധമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ കളിച്ചിട്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു ബോൾ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ ക്രിക്കറ്റ് കളിക്കും, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഏർപ്പാസോ കളിക്കും, ഇങ്ങനെയുള്ള പല കളികളും എന്ത് ചെയ്യും ആ ക്ലാസ് റൂമിനകത്ത് കളിക്കും. ബിക്കോസ് അവിടെ ബെഞ്ചും ഡെസ്കും ഇല്ല. അവിടെ ബെഞ്ചും ഡെസ്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഫ്രീലി മൂവബിൾ. നിങ്ങളാണ് ആ പന്ത് കളിക്കുന്ന, നിങ്ങളാണ് വാട്ടർ മോളിക്യൂൾസ് എന്ന് സങ്കല്പിക്കുക. നിങ്ങളായിക്കോട്ടെ ഫ്രീലി മൂവബിളാ. കാരണം അതിനകത്ത് ബെഞ്ചോ ഡെസ്കോ അല്ല. അപ്പൊ ബെഞ്ചോ ഡെസ്കോ സൊല്യൂട്ട് മോളിക്യൂൾസ് ആണ്. അതിനകത്ത് സൊല്യൂട്ട് മോളിക്യൂൾസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാട്ടർ സെറ്റ് ടു ബി പ്യുവർ വാട്ടർ. അപ്പൊ പ്യുവർ വാട്ടറിന്റെ കേസിൽ കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ മോളിക്യൂൾസ് വിൽ ബി മാക്സിമം. ഓക്കെ, ഇൻ കേസ് ഓഫ് എ പ്യുവർ വാട്ടർ, ഒരു പ്യുവർ വാട്ടറിന്റെ കേസിൽ ദ കൈനറ്റിക് എനർജി ഓഫ് water molecules will be maximum. That is equal to water potential. അതിനാണ് എന്ത് വിളിക്കുന്നത്, വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. So what do you mean by water potential? In a pure stated water, the kinetic energy of water molecules will be maximum. It is called water potential. അതിനാണ് എന്ത് വിളിക്കുന്നത്, വാട്ടർ പൊട്ടൻഷ്യൽ വിളിക്കുക. So it's the ability of water molecules to move within a system of a pure water is called water potential. സോ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്യുവർ സിസ്റ്റത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തു കൂടെ വാട്ടർ മോളിക്യൂൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും കൂടി ഓടി മണ്ടി നടക്കാനുള്ള ഒരു കഴിവിനെയാണ് വാട്ടർ പൊട്ടൻഷ്യൽ വിളിക്കുക. അത് ഏത് കേസിൽ മാത്രമേ, പ്യുവർ വാട്ടറിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ കേസ് എന്ന് ആലോചിച്ച് നോക്കിട്ടാ. ഇനി എന്ത് ചെയ്യാം, ഈ സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു പ്യുവർ വാട്ടർ എന്നുള്ള സിസ്റ്റത്തിനകത്തേക്ക് രണ്ടാമത്തെ കേസ് പറയാൻ പോവാണ്. ആ ഒരു പ്യുവർ വാട്ടർ സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നോക്കിട്ടോ, ആ പ്യുവർ വാട്ടർ സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യണം. ആൻഡ് സൊല്യൂട്ട് എന്താണ്, ഉപ്പോ അല്ലെങ്കിൽ എന്താ പറയുക പഞ്ചസാര, സൊല്യൂട്ട് ആഡ് ചെയ്തു. ഓക്കെ, സൊല്യൂട്ട് മോളിക്യൂൾസ് ആഡ് ചെയ്തു. നമ്മൾ ആഡ് ചെയ്തു.
സൊല്യൂട്ട് മോളിക്യൂൾസിന് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികം വാട്ടർ മോളിക്യൂൾസിന്റെ എന്താ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, കുറയും. വാട്ടർ മോളിക്യൂൾസ് തന്നെ കുറയും അല്ലേ? ഏതുപോലെ നമ്മുടെ ആർട്സ് ഫെസ്റ്റ് കഴിഞ്ഞു. ആർട്സ് ഫെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം എല്ലാ ബെഞ്ചും സ്കൂളിലേക്ക് എത്തി. പിന്നെ നിങ്ങൾ അതിൽ കൂടെ പന്ത് തട്ടി കളിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ ഓടിപ്പാഞ്ഞ് കളിക്കോ? ഇല്ല. ഓടിക്കളിക്കോ? ഇല്ല. അല്ലെങ്കിൽ പന്ത് കളിക്കോ? ഇല്ല. അപ്പൊ എന്താ, അവിടെ ബെഞ്ചും ഡെസ്കും വന്നു, അവിടെ ഒരു ഇന്റർഫിയറൻസ് വന്നു, അവിടെ ഒരു ബെഞ്ചും ഡെസ്കും, അതായത് സൊല്യൂട്ട് വന്നു. അപ്പം ഒരു പ്യുവർ വാട്ടർ സിസ്റ്റത്തിനകത്തേക്ക് ഇവിടെ നോക്കി, ഈ പ്യുവർ വാട്ടർ സിസ്റ്റത്തിനകത്തേക്ക് എന്ത് ചെയ്തു, സൊല്യൂട്ട് മോളിക്യൂൾസുകൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തപ്പോ സ്വാഭാവികം വാട്ടർ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലേ? മനസ്സിലായില്ലേ? when a solute is added, the kinetic energy of water molecules എന്ത് ചെയ്തു, decreased. that is called solute potential. So solute potential is the ability of solute to reduce the kinetic energy of water molecule is known as solute potential. അതുകൊണ്ട് തന്നെയാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്താണ്, വാട്ടർ പൊട്ടൻഷ്യലിനെ കുറക്കുകയാണ്. സോ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ടർ പൊട്ടൻഷ്യലിനെ കുറയ്ക്കുകയാണ്. സോ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ വിൽ ബി ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. സോ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ്. അപ്പൊ എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, in a pure system of water, the water molecules kinetic energy will be maximum. It is known as, so the increased or maximum kinetic energy is equal to water potential. ഒരു പ്യൂർ സിസ്റ്റങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വാട്ടർ മോളിക്യൂൾസ് കൂടുതലായിരിക്കും, ആ വാട്ടർ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ടർ പൊട്ടൻഷ്യൽ. അതിനകത്തേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവിക വാട്ടർ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കുറക്കും, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് കുറക്കും. ദാറ്റ് എബിലിറ്റി ഓഫ് ദാറ്റ് സൊല്യൂട്ട് മോളിക്യൂൾസ് നോൺ ആസ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറക്കാനുള്ള സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ കഴിവിനെ എന്ത് വിളിക്കും, നമ്മൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ വിളിക്കുക. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറച്ചേക്കാണ് അല്ലെ? ആ സൊല്യൂട്ട് മോളിക്യൂൾസിനെ ആഡ് ചെയ്തപ്പോൾ വാട്ടർ പൊട്ടൻഷ്യലിനെ കുറച്ചേക്കാണ്. സ്വാഭാവികം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ സിസ്റ്റം കൺസിഡർ ചെയ്തോളൂ. മൂന്നാമത്തെ സിസ്റ്റം, when a system is considered, ഒരു പ്യൂർ വാട്ടർ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തു അല്ലെ? ഒരു പ്യൂർ വാട്ടർ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികം എന്ത് ചെയ്തു, അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ഒരു പ്രഷർ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, when a pressure is applied, ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ whether it is a solution or pure water, whatever it may be, ഇതിനകത്ത് എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂൾ will be move towards the opposite direction അല്ലേ? അപ്പോൾ വാട്ടർ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, മാക്സിമം കൂടും. ഓക്കെ, when a pressure more than atmospheric pressure is applied, the water potential will be maximum. Or when a pressure more than atmospheric pressure is applied, വാട്ടർ മോളിക്യൂൾസിന് എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി കൂടും. സോ ദാറ്റ് ഈസ് കോൾഡ് പ്രഷർ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് തന്നെ we can conclude that pressure potential will be always positive. എന്താ പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when a pressure more than atmospheric pressure is applied, the water potential will be maximum. അല്ലെങ്കിൽ kinetic energy of the water molecule will be maximum. It will be high. That indicate the water potential will be high. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞേക്കല്ല. അപ്പൊ ഈ പ്രഷർ പൊട്ടൻഷ്യൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ ഏറെ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, സ്വാഭാവികം അവിടുത്തെ വാട്ടർ കൈനറ്റിക് എനർജി കൂടി, വാട്ടർ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടി, വാട്ടർ പൊട്ടൻഷ്യൽ കൂടിനാ. വാട്ടർ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ സ്വാഭാവികത പ്രഷർ പൊട്ടൻഷ്യൽ എന്താ, മാക്സിമം അല്ലേ? സോ പ്രഷർ പൊട്ടൻഷ്യൽ വിൽ ബി പോസിറ്റീവ്. ഇവിടെ എന്താണ്, സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞേക്കുക. സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞേക്കാണല്ലോ. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് എന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ പ്രഷർ മോർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയെന്നാണ്. സോ അവിടെ പോസിറ്റീവ് എന്ന് ആലോചിച്ച് വെക്കുക. സോ ഇങ്ങനെയുള്ള കുറച്ച് നോട്ട്സ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഒന്നാമത്തെ നോട്ടാണ്, ശ്രദ്ധിച്ചു വെക്കണം മക്കളെ. ഓക്കെ, ഇവിടെ നോക്കൂ. ഫസ്റ്റ്, ഓക്കെ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, പ്രഷർ water potential. Okay, water potential at standard for a pure water. Okay, for a pure water, standard temperature and pressure. ഒരു പ്യൂർ വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇഫ് ദിസ് ഇസ് എ പ്യൂർ വാട്ടർ, ഈ പ്യൂർ വാട്ടറിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രഷറും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികം ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എന്താ, അവിടുത്തെ സൊല്യൂട്ട് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ പ്രഷർ പൊട്ടൻഷ്യൽ ഇവിടെ അഫക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്രഷർ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കും. ദേ വിൽ ബി ക്യാൻസൽസ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, സോ ഫോർ എ പ്യൂർ വാട്ടർ ഇൻ എ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, water potential will be equal to 0.
For a solution at atmospheric pressure, ഒരു സൊല്യൂഷൻ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ സൊല്യൂഷൻ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, സൊല്യൂഷൻ ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവിക അന്തരീകാരം വാട്ടർ പൊട്ടൻഷ്യൽ ബി ഈക്വൽ ടു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്ലസ് പ്രഷർ പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു solute potential. So that is water potential will be equal to solute potential. So I repeat, for a pure water, when a standard temperature and pressure is applied, water potential equal to 0. For a solution at atmospheric pressure, water potential will be equal to solute potential. And common equation that you have to study is that water potential is equal to solute potential plus pressure potential. And pressure potential will be always positive, solute potential will be always negative. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കണം. അപ്പോൾ എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് when a pure system is considered, the water molecule kinetic energy will be maximum. It is known as water potential. When a solute is added to a pure water, the solute ability to reduce the kinetic energy of water molecule is called the solute potential. So solute potential will be always negative. When a pressure above atmospheric pressure is applied to a system, the water molecule kinetic energy will be maximum. That indicates the water potential will be high. That is pressure potential. So pressure will be always positive. So water potential will be always is equal to pressure potential plus solute potential. Hope you all understood. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Okay. Next we will discuss about type of solution. Okay, next we will discuss about type of solution. Type of solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഹൈപ്പർടോണിക് സൊല്യൂഷൻ ഉണ്ട്, ഹൈപ്പോടോണിക് സൊല്യൂഷൻ ഉണ്ട്, ഐസോടോണിക് സൊല്യൂഷൻ ഉണ്ട്. ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സിസ്റ്റം പരിഗണിക്കുക, ഞാനത് പഠിക്കാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഒരു സിസ്റ്റം പരിഗണിക്കുക, ഈ സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യുക, നമ്മളൊരു സെല്ലിനെ പരിഗണിക്കുക. ഓക്കെ, ഹൈപ്പർ എന്നാണ് ആലോചിക്കണം. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. എന്താ കൂടുതൽ? സൊല്യൂട്ട് മോളിക്യൂൾസ് ആർ മോർ. ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണല്ലോ. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? സൊല്യൂട്ട് ആണ്. സോ സൊല്യൂട്ട് മോളിക്യൂൾസ് ആർ മോർ ഇൻ ഹൈപ്പർ. അപ്പൊ സൊല്യൂട്ട് മോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഹൈപ്പർ, കൂടിയ ഏരിയയില. ഇതിൽ ഈ സെല്ലാണോ കൂടിയ ഏരിയ അതോ ഈ സിസ്റ്റം ആണോ കൂടിയ ഏരിയ? അതായത് ഈ സെല്ലാണോ അല്ലെങ്കിൽ ഈ സിസ്റ്റം ആണോ കൂടിയ ഏരിയ എന്ന് പറ. ഏതാ? സിസ്റ്റം അല്ലേ? സിസ്റ്റം അല്ലേ? അപ്പൊ സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് ഇവിടെ. ഓക്കെ, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ് പുറത്ത്. സോ ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. അപ്പൊ ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ട് മോളിക്യൂൾസ് ആർ മോർ ഇൻ ഔട്ടർ സെല്ല്. ഓക്കെ, സെല്ലിന്റെ പുറത്ത് സൊല്യൂട്ട് മോളിക്യൂൾ കൂടുതലാണ്, സൊല്യൂട്ട് മോളിക്യൂൾ ഇവിടെ കുറവാണ്. ഓക്കെ, സ്വാഭാവികം സൊല്യൂട്ട് മോളിക്യൂൾസ് കുറവുള്ളടത്ത് വാട്ടർ മോളിക്യൂൾസ് കൂടുതലായി കാരണം. സോ വാട്ടർ മോളിക്യൂൾസ് വിൽ മൂവ് ഫ്രം higher water potential to lower water potential, higher water potential lower water, higher water potential lower water. So the cell will become plasmolyzer. Cell and the cell will become shrink, and that is called plasmolyzed. Plasmolyzer കേസിൽ diffusion pressure deficit is equal to osmotic pressure. Okay, diffusion pressure deficit is equal to osmotic pressure. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കാം. ഇൻ കേസ് ഓഫ് എ പ്ലാസ്മോലൈസ്ഡ് സെൽ, ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് is equal to osmotic pressure. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻസ്. രണ്ടാമത്തെ കണ്ടീഷൻ കണ്ടോളൂ. രണ്ടാമത്തെ കണ്ടീഷൻ, വെൻ വി ആർ കൺസിഡറിങ് എ സിസ്റ്റം. അപ്പൊ ഹൈപ്പർടോണിക് എങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ച് മനസ്സിലായില്ലേ? അപ്പൊ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായി എവിടെ? കൂടിയ ഭാഗത്ത്. ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾ ഈസ് മാക്സിമം ഇൻ ഹൈപ്പർ ഏരിയ, അതായത് കൂടിയ ഏരിയയിൽ സൊല്യൂട്ട് കൂടി. അപ്പൊ ആ ഒരു ഈ ഒരു വാക്കിനെ നിങ്ങൾ ഒരു കഥയാക്കുക, ആ കഥയെ നിങ്ങൾ ചിത്രാക്കുക, സ്വാഭാവികം മനസ്സിലാവും. എന്നിട്ട് ആ സെല്ല് എന്ത് ചെയ്യും? സെല്ലിനകത്ത് അപ്പോൾ വാട്ടർ മോളിക്യൂൾ കൂടും. സോ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പൊ സെല്ല് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. ഏതുപോലെ? ഉപ്പ്, നാരങ്ങയൊക്കെ നമ്മൾ ഉപ്പിലിട്ട പോലെ, നെല്ലിക്കും നാരങ്ങയൊക്കെ നമ്മൾ ഉപ്പിലിട്ട പോലെ ഇത് ചുങ്ങിപ്പോകും കുറച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ, കണ്ണിമാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ പുറത്ത് ഉപ്പിന്റെ കോൺസെൻട്രേഷൻ കൂടുതലേക്കാരം. അപ്പൊ മാങ്ങന്റെ അകത്ത് എന്തേക്കാരം? ഉപ്പെല്ലാം ഉണ്ടാവും. മാങ്ങക്ക് അകത്ത് അപ്പൊ കൂടുതൽ വെള്ളം ഉണ്ടാവും. അപ്പൊ വെള്ളം എന്തെയും പുറത്തേക്കിറങ്ങും, അപ്പം മാങ്ങ എന്തെയും ചുങ്ങും. ദാറ്റ് ഈസ് കോൾഡ് പ്ലാസ്മോലൈസർ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്താ? ഉള്ളിലേക്ക് ഓസ്മോസ് നടക്കുന്നില്ല, ആ മാങ്ങയുടെ അകത്തേക്ക് ഓസ്മോസ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ആ സെല്ലിനകത്തേക്ക് ഓസ്മോസ് നടക്കാം. സോ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ്, അപ്പൊ അവിടെ ഡിഫ്യൂഷൻ നടക്കുന്നില്ല. സോ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ.
നെക്സ്റ്റ് പോയിന്റ് ഈസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. സോ ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഇത് ഹൈപ്പർ ആണ് കേട്ടോ, ഇത് ഹൈപ്പർ ആണ്. അടുത്ത ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കും, നേരെ ഓപ്പോസിറ്റ് ആണ്. ഇഫ് സിസ്റ്റം കണ്ടെയ്ൻ, സിസ്റ്റത്തിനകത്ത് എന്താണ് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, സിസ്റ്റത്തിന്റെ അകത്ത് സൊല്യൂട്ട് കുറവാണ്. പക്ഷെ സെല്ലിനകത്ത് എന്താണ് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. സ്വാഭാവിക വാട്ടർ മോളിക്യൂൾ മൂവ് ഫ്രം ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ലോവർ, ഹയർ ടു ലോവർ. സോ ദ സെൽ വിൽ ബിക്കം, സെൽ എന്തായി മാറുന്നു, സെല്ല് ടെർജിഡ് ആകുന്നു, സെല്ല് ടെർജിഡ് ആവും. വാട്ടർ മോളിക്യൂൾസ് ആണ് കയറിയിട്ട് എന്ത് ചെയ്യുന്നു, വാട്ടർ മോളിക്യൂൾസുകളാണ് കയറിയിട്ട് ഹൈ എമൗണ്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ് കയറും. ആൻഡ് ദാറ്റ് സെൽ ഇസ് കോൾഡ് ടെർജിഡ്. ഓക്കെ, അവിടെ ഉണ്ടാവുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ടെർഗർ പ്രഷർ എന്ന് വിളിക്കുക, ടെർഗർ പ്രഷർ ഓർ TP എന്നാണ് വിളിക്കുക. ഈ പ്രഷറിനെ വിളിക്കുന്ന പേരെന്താണ്, ഇവിടെ ഈ ഇതിന്റെ വാള് അല്ലെങ്കിൽ ഈ സെല്ലുകൾ വാളിൽ ഉണ്ടാക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ടെർഗർ പ്രഷർ, അല്ലെങ്കിൽ ഈ ഓസ്മോസിസ് നടത്ത മോളിക്യൂൾസുകൾ തമ്മിൽ ഉണ്ടാകുന്ന ടെർഗർ പ്രഷർ, ടെർജിഡ് കണ്ടീഷൻ ആണ്, ദാറ്റ് ഇസ് കോൾഡ് ടെർഗർ പ്രഷർ. ഓക്കെ, ഇനി ഇവർ തിരിച്ച് ഈ ഭിത്തിയിലേക്ക് ഭിത്തി ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന പ്രഷർ, ദാറ്റ് ഇസ് കോൾഡ് വാൾ പ്രഷർ എന്ന് വിളിക്കുക, വാൾ പ്രഷർ. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് ഈ മോളിക്യൂൾസുകൾ ഉള്ളിലേക്ക് ഡിഫ്യൂഷൻ നടക്കുകയാണല്ലോ. മാക്സിമം ടെർജിഡ് ആവും തോറും, ടെർജിഡ് ആവുമ്പോൾ എന്താണ് മോളിക്യൂൾസുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് മാക്സിമം ടെർജിഡ് ആവുന്നത് വരെ. സോ ദാറ്റ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ്, ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ്. ആ ഡിഫ്യൂഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ്. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെ പഠിച്ചു നിങ്ങൾ, ടെർഗർ പ്രഷർ പഠിച്ചു, വാൾ പ്രഷർ പഠിച്ചു, ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് പഠിച്ചു. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടെ എന്താണ്, ഈ സിസ്റ്റത്തിനകത്ത് ഈക്വൽ എമൗണ്ട് ഓഫ്, പുറത്ത് സിസ്റ്റവും അതുപോലെ തന്നെ അകത്ത് സിസ്റ്റവും ഈക്വൽ ആയിക്കാരം. സോ നെറ്റ് മൂവ്മെന്റ് ആയിക്കാരം. സോ ദ സെൽ ഈസ് കോൾഡ് ഫ്ലാസിഡ്. സെൽ എന്താ വിളിക്കുക നമ്മൾ, ഫ്ലാസിഡ് എന്നാണ് വിളിക്കുക. സെൽ ഈസ് കോൾഡ് ഫ്ലാസിഡ്. ഇവിടെ സെൽ എന്താ വിളിക്കുക നമ്മൾ, പ്ലാസ്മോലൈസിഡ് എന്നാണ് വിളിക്കുക. ഇവിടെ സെൽ എന്താ വിളിക്കുക നമ്മൾ, ടെർഗർ എന്നാണ് വിളിക്കുക, ടെർജിഡ് എന്നാണ് വിളിക്കുക. ഇവിടെ നമ്മൾ എന്താ വിളിക്കുക, ഫ്ലാസിഡ് എന്നാണ് വിളിക്കുക. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. അപ്പൊ 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആർ ദേർ. വൺ ഈസ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ, അതെങ്ങനെ പറയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തത് ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആണ്. മൂന്നാമത്തത് ഐസോടോണിക് സൊല്യൂഷൻ ആണ്. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. അടുത്തൊരു വാക്ക് നിങ്ങൾ വളരെ നിർബന്ധമായി പഠിച്ചു വെക്കേണ്ടതാണ് ഇംബൈബിഷൻ. ഇംബൈബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സോളിഡ് മെറ്റീരിയലുകൾ, വല്ല വുഡ് ഒക്കെ എന്താണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താ നമ്മൾ വിളിക്കുക, ഇംബൈബിഷൻ. ഇംബൈബിഷൻ ഈസ് ദ absorption of solid materials, absorption of solid material by absorption of solid materials, absorption of water by solid material, absorption of water by solid material. ഓക്കെ, ഇപ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലൊക്കെ ഞാൻ വിരുന്ന് പോകും. അപ്പോൾ വിരുന്ന് പോകുമ്പം ചിലപ്പോൾ ഉമ്മൻ്റെ ഈ വല്യമ്മ ഉണ്ടോ, ഉമ്മൻ്റെ ഉമ്മ, അവർ ഈ കിണറിനകത്ത് തേങ്ങയൊക്കെ കൊണ്ടുപോയിടും. വലിയ തേങ്ങ ഇടും, തീയനെ വിളിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് വലിയ തേങ്ങകൾ എന്ത് ചെയ്യുന്നു, ഉണക്കിയിട്ട് അതിനെ ഈ കിണറിനകത്ത് കൊണ്ടിടും. അപ്പം നമ്മൾ ചെറിയ കുട്ടിയിൽ ഞാൻ ചോദിക്കും, വല്യമ്മ എന്തിനാ ഈ തേങ്ങയൊക്കെ നമ്മൾ സാധാരണ പൊളിച്ചിട്ട് അരച്ച് കറിയാക്കുക, അല്ലെങ്കിൽ അതിന് വെളിച്ചെണ്ണ ആട്ടുക, അല്ലെ, ഇതൊക്കെയല്ലേ ചെയ്യുക, എന്തിനാ വല്യമ്മ തേങ്ങ കിണറ്റിൽ കൊണ്ടിട്ട് കൊടുക്കുന്നത്? അപ്പോൾ വല്യമ്മ പറഞ്ഞു അത് ഇംബൈബിഷനാണ് വല്യമ്മനോട്. ഓക്കെ, എന്താ ഇംബൈബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തേങ്ങ എന്ത് ചെയ്യും, ആ കിണറിലെ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഇംബൈബിഷൻ. Okay, so imbibition is the phenomenon in which it is the process by which the solid material absorbs water. വെള്ളത്തിന് സോളിഡ് മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്നത് എന്ത് വിളിക്കും നമ്മൾ, ഇംബൈബിഷൻ. അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ പൊങ്ങ് വരും, മുള വരും, അതിനെയാണ് എന്ത് വിളിക്കുക നമ്മൾ, ഇംബൈബിഷൻ എന്നാണ് വിളിക്കുക. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇത് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സുകളും റോക്സ് ഒക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇംബൈബിഷൻ. എങ്ങനെ, വലിയ കനമുള്ള മരത്തടികൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, വെള്ളത്തിൽ ഇട്ട് വെക്കും. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികം എന്ത് ചെയ്യുന്നു, മരം ചീർത്തു വരും. മരം ചീർത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മരത്തടി നല്ല കനം ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് പാറക്കല്ലിനെ പൊട്ടിക്കാനും ബിൽഡിങ്ങിനെ പൊട്ടിക്കാനൊക്കെ ഉപയോഗിക്കും. Okay, next is osmosis. എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസ്മോസിസ് is the movement of water molecules from higher water concentration to lower water concentration through a semi-permeable membrane until an equilibrium is reached. So it is the movement of water molecules from higher water potential to lower water potential through a semi-permeable membrane. Okay, so ഇവിടെ നോക്കൂ കേട്ടോ, ഇതിനകത്ത് വാട്ടർ ഉള്ളത്, ഇതിനകത്ത് വെള്ളമാണ് ഏറ്റവും കൂടുതലുള്ളത്.
ഇതിനകത്ത് സൊല്യൂഷൻ ആണുള്ളത്. ഇതിനകത്ത് ഇത്ര എമൗണ്ട് സൊല്യൂഷൻ ആണുള്ളത് കേട്ടോ. അതായത് ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, ഷുഗർ സൊല്യൂഷൻ ആണുള്ള സങ്കല്പിക്കുക. സ്വാഭാവികം ഇതിനകത്ത് പ്യൂർ വാട്ടർ ഉള്ളത്. അപ്പൊ എന്താ ഇവിടെ സെമി പെർമിയബിൾ. സോ എന്താണ് ഓസ്മോസിസ്? കണ്ടോളെ, ഓസ്മോസിസ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. അല്ലെ, ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറവല്ലേ, ഇവിടെ ലോ വാട്ടർ പൊട്ടൻഷ്യൽ ആണ് അല്ലെ, ഇവിടെ ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ആണ്, ഇവിടെ ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ എന്താ, മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം higher water concentration to lower water concentration through a semi permeable membrane until an equilibrium is reached. ഈ equilibrium എത്തുവോളം അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏത് നടന്നുകൊണ്ടിരിക്കുന്നു? ഓസ്മോസിസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. That is called osmosis. So osmosis means movement of water molecules from higher water potential to lower water potential through a semi permeable membrane until an equilibrium is reached is called osmosis. Rate of osmosis mainly depends by pressure gradient and concentration gradient. Pressure gradient അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് ഓസ്മോസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ ഓസ്മോസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു? മുകളിൽ നിന്ന് ഒരു പ്രഷർ അങ്ങോട്ട് അപ്ലൈ ചെയ്തു. സോ ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിട്ടോ, ഇവിടെ ഓസ്മോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ട് അപ്ലൈ. സ്വാഭാവികം ഇതിങ്ങനെ കയറി വരികയാണ്. ഇത് കയറി ഇങ്ങനെ വരുന്ന സാധനമാണ് ഓസ്മോസ് നടന്നുകൊണ്ടിരിക്കുന്ന. ആ ഇടക്ക് എന്ത് ചെയ്തു? മുകളിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു പ്രഷർ ഇത് നടക്കുവോ? ഇല്ല. അപ്പൊ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? അപ്പൊ ഈ മുകളിൽ നിന്ന് താഴേക്ക് കയറുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്നാ. അപ്പൊ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറയും. സോ ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ വിൽ ബി നെഗറ്റീവ് ആയിക്കാരം, ഓസ്മോട്ടിക് പ്രഷർ വിൽ ബി പോസിറ്റീവ് ആയിക്കാരം. പക്ഷേ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണോ അത്ര തന്നെയായിരിക്കും ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും, ബട്ട് സൈൻ വിൽ ബി ഓപ്പോസിറ്റ്. ഓസ്മോട്ടിക് പ്രഷർ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കേണ്ടത് എങ്ങനെയാണ്? ഓസ്മോട്ടിക് പ്രഷറിന് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഓസ്മോസിസ് എന്നുള്ള പ്രവർത്തനത്തിനെ തടയാൻ ആരെ കൊണ്ട് കഴിഞ്ഞു? ഓസ്മോട്ടിക് പ്രഷറിനെ കൊണ്ട് കഴിഞ്ഞു. അപ്പൊ പ്രഷർ എന്ത് ചെയ്തു? വിജയിച്ചു. അപ്പൊ പ്രഷർ പോസിറ്റീവ്. മനസ്സിലല്ലേ? അപ്പൊ ആര് തോറ്റു? ആ പ്രഷർ അങ്ങോട്ട് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? സ്വാഭാവിക ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അങ്ങോട്ട് തോറ്റു. ആ വെള്ളം കയറുന്ന കഴിവാണ്ട് ഇല്ലാണ്ടേ. അപ്പൊ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ തോറ്റു, ഓസ്മോട്ടിക് പ്രഷർ ജയിച്ചു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ ജയിച്ചു, സ്വാഭാവിക ഓസ്മോട്ടിക് പ്രഷർ പോസിറ്റീവ്. ഉള്ളിലേക്ക് വെള്ളം കയറുന്നതിന് കുറഞ്ഞു, സ്വാഭാവിക ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു? കുറഞ്ഞു. സോ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ബി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ന്യൂമറിക്കലി എന്താണ്? അത് ശ്രദ്ധിക്കണം. ന്യൂമറിക്കലി ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ, ബട്ട് സൈൻ വിൽ ബി ഓപ്പോസിറ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് രണ്ട് ടൈപ്പ് മൂവ്മെന്റ് ഉണ്ട് റൂട്ട്സിലൂടെ. ഓക്കെ, രണ്ട് ടൈപ്പ് മൂവ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് സിംപ്ലാസ്റ്റ് ആൻഡ് അപ്പോപ്ലാസ്റ്റ്. നിങ്ങൾ മിനറൽ ന്യൂട്രീഷൻ അകത്തും അനാറ്റമിക് അകത്തൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ട്രാൻസ്പോർട്ട് ത്രൂ റൂട്ട്സ് ആർ ടു വേസ്. ഇവിടെ നോക്കൂട്ടോ, അതായത് ഇപ്പോ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ റൂട്ട് ഹെയർ, ദിസ് ഇസ് കോൾഡ് റൂട്ട് ഹെയർ ആണ്. റൂട്ട് ഹെയർ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് കാണും എപ്പിഡെർമൽ സെൽസിനെ. റൂട്ട് ഹെയറിലൂടെ ഇങ്ങനെ വന്നുമ്പോൾ ഫസ്റ്റ് തന്നെ എപ്പിഡെർമിസിനെ കാണും. എപ്പിഡെർമിസിനെ കാണുമ്പോൾ വെള്ളം ഇങ്ങനെ ആലോചിക്കുക, ആ എപ്പിഡെർമിസ് അല്ലേ, അപ്പൊ വെള്ളം എന്ത് ചെയ്യും? പോ, രണ്ട് ഭാഗത്തേക്ക് പോ. സോ ഇറ്റ് ഈസ് കോൾഡ് അപ്പോപ്ലാസ്. ഇറ്റ് ഈസ് കോൾഡ് പറ മക്കളെ, അപ്പോപ്ലാസ്. ദിസ് ഈസ് കോൾഡ് അപ്പോപ്ലാസ്. ഓക്കെ, അപ്പോപ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർസെല്ലുലാർ സ്പേസിലൂടെയും അതുപോലെ തന്നെ സെൽവാളിന്റെ ഗ്യാപ്പിലൂടെയൊക്കെ പോകുന്നതാണ് എന്താ വിളിക്കുക നമ്മള്? അപ്പോപ്ലാസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? അപ്പോപ്ലാസ്. ഓക്കെ, അപ്പോപ്ലാസ് ഈസ് വെരി ഫാസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അല്ലെ ക്വിക്ക് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പോപ്ലാസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇന്റർസെല്ലുലാർ സ്പേസ് കൂടിയും സെൽവാളിന്റെ മെംബ്രെയിൻ കൂടിയൊക്കെയാണ് പോകുന്നത്. ഏതുവരെ അപ്പോപ്ലാസ്റ്റ് കണ്ടിന്യൂ ചെയ്യും? എൻഡോഡെർമിസ് വരെ കണ്ടിന്യൂ ചെയ്യും. ബിക്കോസ് എൻഡോഡെർമിസ് കണ്ടെയ്ൻ കാസ്പാരിയൻ സ്ട്രിപ്പ് ഉണ്ട്. കാസ്പാരിയൻ സ്ട്രിപ്പ് ഈ സുബേറിനൈസ്ഡ് ആണ് കാസ്പാരിയൻ സ്ട്രിപ്പ്. സ്വാഭാവികം അവിടുന്ന് സുബേറിനൈസ്ഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് വാട്ടർ പറ മക്കളെ ഇംപെർമിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ആ വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ താഴത്തേക്കാണ്ട് ഇറങ്ങുന്നു. അതായത് അപ്പോപ്ലാസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എൻഡോഡെർമിസിന്റെ അടുത്തെത്തുമ്പോൾ കാസ്പാരിയൻ സ്ട്രിപ്പിന്റെ അടുത്തെത്തുമ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നു, കുളത്തേക്ക് തന്നെ ഇറങ്ങും. സോ അടുത്ത ട്രാൻസ്പോർട്ട് അവിടെ നോക്കിക്കോളൂ, ഇങ്ങനെ വരുന്നു. സിംപ്ലാസ്റ്റ് ആണ്. സോ അടുത്ത എന്താ വിളിക്കുക? നമ്മള് സിംപ്ലാസ് എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ആലോചിച്ച് വെക്കുക? സ്വിംപ്ലാസ് ആലോചിച്ചാൽ മതി. ഓക്കെ,
ഇറ്റ് ഈസ് സിംപ്ലാസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വിം പ്ലാസ്റ്റ് ആലോചിക്കുക. അപ്പോൾ സ്വാഭാവികം വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ കയറുന്നു, കയറിയിട്ട് നേരെ ഈ പ്ലാസ്മോഡെസ്മാറ്റിക് കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സൈലത്തിക്കാണ് കയറും. ദാറ്റ് ഈസ് കോൾഡ് സിംപ്ലാസ്റ്റ്. അവിടെ ആരും തടയാനുമില്ല. ആ ഒരു കണക്ഷനെ വിളിക്കുന്ന പേരെന്ത് ചെയ്യുന്നു, പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ എന്ന് വിളിക്കുക, പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ. ഓക്കെ. അപ്പൊ എന്താണ് രണ്ട് ടൈപ്പ് ട്രാൻസ്പോർട്ട് ഉണ്ട്. വാട്ടർ മോളിക്യൂൾസ് എപ്പിഡെർമിസിന് എടുത്തെത്തി കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ട് അപ്പോപ്ലാസ്റ്റ് ആണ്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. രണ്ട് ഭാഗത്തേക്ക് അപ്പോപ്ലാസ്റ്റ് ആണ്. അത് ഏത് വരെ പോകും, എൻഡോഡെർമിസ് വരെ പോകും. ബിക്കോസ് എൻഡോഡെർമിസിന്റെ അവിടെ എന്തുണ്ട്, ആ വാളും എന്തുണ്ട്, നമ്മളെ കാസ്പാരൻ സ്ട്രിപ്പ് ഉണ്ട്. കാസ്പാരൻ സ്ട്രിപ്പ് സുബേർനൈസർ ആണ്, വാട്ടർ ഇംപെർമിയബിൾ. അതുകൂടെ വെള്ളത്തിനെ കടത്തി വിടൂല. ഓക്കെ, വല്ലാത്തൊരു ചെങ്ങായി. അങ്ങനെ ആ വെള്ളം എന്ത് ഉള്ളിലേക്ക് കയറും. പിന്നെ സിംപ്ലാസ്റ്റ് ആയിട്ട് പോകും. പിന്നെ അടുത്ത ട്രാൻസ്പോർട്ടാണ് സ്വിംപ്ലാസ്റ്റ് എന്നാണ്. അത് സ്വിം ആലോചിക്കുക. അപ്പൊ സ്വിംപ്ലാസ്റ്റ് കുളത്തുകൾ ചാടിയിട്ട് കുളത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ സ്വിം ചെയ്ത് നേരെ പ്ലാസ്മോഡെസ്മാറ്റിലൂടെ കയറി പോയിട്ട് സൈലത്ത് കിടക്കും. ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്പോർട്ട് ത്രൂ ദ റൂട്ട്. സോ ഇതോടുകൂടി എന്ത് ചെയ്യുന്നു, ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് കഴിഞ്ഞു. ഇതോടുകൂടി എന്ത് കഴിഞ്ഞു, ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ എന്ത് ചെയ്യും, കഴിയും. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇതുവരെ എടുത്തത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നൗ വി വിൽ ഡിസ്കസ് അബൌട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടാണ് പറഞ്ഞത്. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൂരങ്ങളിലേക്ക്, വളരെ അകലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. 15 മീറ്റർ ഒക്കെ ഒരു മണിക്കൂറിനുള്ളിൽ പ്ലാന്റ്സിന്റെ സൈലത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഡിഫ്യൂഷൻ ആണെങ്കിൽ എത്രയോ മൈക്രോമീറ്ററുകളുടെ അകലം മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ഡിഫ്യൂഷനും ഓസ്മോസും ഒക്കെ ആണെങ്കിൽ മൈക്രോമീറ്റർ അകലം മാത്രമേ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സെൽ ടു സെൽ ഇന്ററാക്ഷൻ, സെൽ ടു സെൽ ട്രാൻസ്പോർട്ട്, സെൽ ടു ഇന്റർസെല്ലുലാർ സ്പേസ് ട്രാൻസ്പോർട്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അകലം കുറഞ്ഞതാണ്. പക്ഷെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനെയും അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ വളരെ ലോങ്ങിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സൈലും ഫ്ലോയും ട്രാൻസ്പോർട്ട് ചെയ്യും. സൈലം മെയിൻലി ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ഫ്ലോയം മെയിൻലി ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്, അല്ലെ? അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ് ആണ്. ഒന്ന് റൂട്ട് പ്രഷറും, രണ്ടാണ് ട്രാൻസ്പിരേഷൻ പുള്ളും. റൂട്ട് പ്രഷർ ആൻഡ് ഓൾസോ ട്രാൻസ്പിരേഷൻ പുൾ. അതിനകത്ത് റൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പോസിറ്റീവ് പ്രഷർ. അതിനെ കമ്പയർ ചെയ്തത്, അതിനെ ഒരു ഉപമിച്ചത് ഗാർഡൻ ഹോസ് പോലെയാണ്. നമ്മുടെ പൂന്തോട്ടങ്ങൾ നനക്കാൻ ഉപയോഗിക്കുന്ന ഹോസ് പോലെയാണ്. ടാങ്കിനകത്ത് വെള്ളം നിറഞ്ഞിരിക്കും. ആ വെള്ളം താഴത്തേക്ക്, കാരണം ടാങ്ക് എപ്പോഴും ഒരു ഹൈറ്റിലാണ് വെക്കുക. ആ ടാങ്കിനകത്ത് വെള്ളം താഴത്തോട്ട് വന്നിട്ട് പൈപ്പിന്റെ അവിടെ ഇങ്ങനെ റെഡി ആയി നിൽക്കുമായിരിക്കും വെള്ളം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. എപ്പോ, അൺടിൽ ആ പൈപ്പ് ഓപ്പൺ ആക്കുന്നത് വരും. പൈപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പം വെള്ളം തീർന്ന് പുറത്തേക്ക് വരുന്നു. അതേപോലെയാണ് റൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാട്ടർ വിൽ ബി റെഡി ടു എൻ്റർ ത്രൂ ദ സൈലം, എൻ്റർ ഇൻ ടു ദ സൈലം. ഓക്കെ, അങ്ങനെ റെഡി ആയിട്ടിരിക്കും. അത് എങ്ങനെയാണ് റെഡി ആവുന്നത് കണ്ടോളൂ. അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ചെറിയൊരു ചിത്രം, അതായത് ഒരു പ്ലാന്റിന്റെ ഡയറി നിങ്ങൾ ഒന്ന് വരച്ചു വെക്കുക. ഓക്കെ, ഒരു പ്ലാന്റിന്റെ ഡയറി. ഓക്കെ, സോ ഏർലി മോർണിംഗ്, വളരെ ഏർലി മോർണിംഗ് ഒരു 5-5:30 അല്ലെങ്കിൽ 6 മണിക്ക് എന്ത് ചെയ്തു, ഒരു ചെടി എണീറ്റു എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ഓക്കെ, ഏർലി മോർണിംഗ്. അപ്പൊ എന്ത് ചെയ്യുന്നു, സ്വാഭാവികം ആ പ്ലാന്റ് പിന്നെ എന്ത് ചെയ്യുന്നു, ആ പ്ലാന്റിന്റെ സ്വാഭാവികം ഈ വെയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു 12 മണി, അതുപോലെ തന്നെ ഒരു 1 മണി, ഒരു ഉച്ചരൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികം ആ പ്ലാന്റിനകത്ത് നിന്ന് എന്ത് ചെയ്യും, ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, പ്ലാന്റിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ദിസ് വാട്ടർ ഇവാപ്പറേഷൻ ഈസ് കോൾഡ് transpiration. I repeat, transpiration. That is called evaporative loss of water is called transpiration. Okay, വളരെ അപ്പോൾ സൂര്യപ്രകാശം രാവിലെ വന്നു തുടങ്ങി, അല്ലെ? സൂര്യൻ രാവിലെ വന്നു തുടങ്ങി, രാവിലെ മുതൽ ആ ചെടി അവിടെ നിൽക്കുന്നുണ്ട്, അല്ലെ? രാവിലെ മുതൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഉച്ചമുക്കാലൊക്കെ ആകുമ്പോഴേക്ക് ഏകദേശം എന്ത് ചെയ്യുന്നു, ആ ചെടിയിലുള്ള എല്ലാ വെള്ളങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മേലോട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. മേലോട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോയി ഏകദേശം എന്ത് ചെയ്യും, വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആയി തുടങ്ങുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു, സ്റ്റൊമാറ്റോ എന്ത് ചെയ്യുന്നു, അടക്കുന്നു, അല്ലെ? ഇവിടെയൊക്കെ എന്താണ്, സ്റ്റൊമാറ്റോ തുറക്കും, സ്റ്റൊമാറ്റോ ഓപ്പൺ ആവും. സ്റ്റൊമാറ്റോ എന്തിനു വേണ്ടി ഓപ്പൺ ആവുന്നത്, ഫോർ ട്രാൻസ്പിരേഷൻ, എഴുതിയെടുത്തോളൂ, ഫോർ ട്രാൻസ്പിരേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോർ ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ടും, ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ടും, പ്രകാശ സംശ്ലേഷണം നടത്താനും അതുപോലെ തന്നെ ട്രാൻസ്പിരേഷൻ നടത്താനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റൊമാറ്റോയുടെ ഗാർഡ് സെൽ ഓപ്പൺ ആവും. എങ്ങനെ ഓപ്പൺ ആക്കുന്നത്, അത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ വെള്ളം എന്ത് ചെയ്യുന്നു, വെള്ളം തലേ ദിവസം രാത്രി, ഈ സൂര്യൻ വരുന്നതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം രാത്രി എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം ഫുള്ള് ഉള്ളിലേക്ക് പ്ലാന്റിന്റെ അകത്തേക്ക് സൈലം വഴി എടുത്തിട്ടുണ്ടാവും. ആ വെള്ളം ഫുള്ള് ലീവ്സിനകത്ത് എത്തിക്കഴിഞ്ഞാൽ, സ്റ്റൊമാറ്റിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റൊമാറ്റോയുടെ ഗാർഡ് സെൽ ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കും. അത് പിന്നെ എന്ത് ചെയ്യുന്നു, ഗാർഡ് സെല്ലിലേക്ക് ഈ വെള്ളം അവിടെ കയറുന്നതോട് കൂടി സ്റ്റൊമാറ്റോ അങ്ങോട്ട് ഓപ്പൺ ആവും, അല്ലെങ്കിൽ സ്റ്റൊമാറ്റോയുടെ ഗാർഡ് സെൽ നെയിം ടെർജിഡ് ആവും. ദാറ്റ് ഇസ് കോൾഡ് ടെർജിഡ്.
ആ ഗാർഡ് സെൽ ടെർജിഡ് ആവുന്നതോട് കൂടി എന്ത് ചെയ്തു, ഓപ്പണിംഗ്, ഇവിടെ ഓപ്പണിംഗ് വരും അല്ലെ. ദിസ് ഇസ് കോൾഡ് സ്റ്റൊമാറ്റൽ പോർ ഓർ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ആ ഓപ്പണിംഗ് എന്ത് ചെയ്യുന്നു, വെള്ളം കയറുന്നതോട് കൂടി ആ ഓപ്പണിംഗ് ആയി. പിന്നെ രാവിലെ ആവുന്നു, അപ്പോഴും എന്താണ്, സ്റ്റൊമാറ്റോ ഓപ്പൺഡ് ആണ്. കാരണം എന്താ, വെള്ളം ഉണ്ട് അതിനകത്ത്. സ്വാഭാവികം എന്ത് ചെയ്യുന്നു, ആ വെയിൽ നന്നായി കൂടും തോറും എന്ത് ചെയ്യുന്നു അല്ലെ, ഉച്ച ഒക്കെ ആവും തോറും എന്ത് ചെയ്യുന്നു, ട്രാൻസ്പിറേഷൻ നല്ല വേഗത്തിൽ കൂടും. അതായത് ഇവാപറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഈ ഗാർഡ് സെൽ എന്ത് ചെയ്യുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്ക് വെള്ളം ഫുൾ ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗാർഡ് സെൽ വിൽ ബി ക്ലോസ്ഡ്. ഗാർഡ് സെൽ എന്ത് ചെയ്യുന്നു, അടക്കുന്നു. ഗാർഡ് സെൽ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ഓക്കെ, ഗാർഡ് സെൽ ക്ലോസ് ചെയ്യും. ഗാർഡ് സെല്ലുകൾ ക്ലോസ് ചെയ്യുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു, ഇവാപറേഷൻ നിൽക്കും. ഓക്കെ, ഇവാപറേഷൻ എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അങ്ങോട്ട് രാത്രിയാണ് കേട്ടോ, ഇനി അങ്ങോട്ട് രാത്രിയാണ്. ഇപ്പൊ എന്താണ്, വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്, വാട്ടർ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്, വാട്ടർ കോൺസെൻട്രേഷൻ ഇവിടെ കുറവാണ്. കാരണം ഇവിടെ കുറയാനുള്ള കാരണം എന്താ, ഇവാപറേഷൻ വഴി വെള്ളം ഫുൾ ലോസ് ആയിട്ടുണ്ട്. അതോടുകൂടി പ്ലാന്റിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ റൂട്ടിന്റെ മുകളിലേക്കുള്ള വെള്ളം കുറഞ്ഞിക്കണ്. കാരണം വെള്ളം ഫുൾ ഇവാപറേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഇവിടെ മണ്ണിലായിരിക്കും. സ്വാഭാവികം വാട്ടർ വിൽ ബി മൂവ് ഫ്രം ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ലോവർ വാട്ടർ പൊട്ടൻഷ്യലിലേക്ക് വെള്ളം നീങ്ങും. ഏതുപോലെ, ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് ആ പൈപ്പ് അങ്ങോട്ട് ഓപ്പൺ ആക്കുമ്പോൾ വെള്ളം അങ്ങോട്ട് വളരെ ഫോഴ്സിൽ വരുന്നത് പോലെ വളരെ ഫോഴ്സിൽ എന്ത് ചെയ്യുന്നു, വെള്ളം റൂട്ടിലേക്ക് അങ്ങോട്ട് കയറി അങ്ങോട്ട് വരും. ദാറ്റ് പ്രഷർ ഈസ് കോൾഡ് റൂട്ട് പ്രഷർ. അപ്പൊ വേരിൽ ഉണ്ടാവുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ, റൂട്ട് പ്രഷർ എന്ന് വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പൊ വെള്ളം എന്ത് ചെയ്യുന്നു, വേരിലേക്ക് അങ്ങോട്ട് അടിച്ചു കയറും. കാരണം എന്താ, ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. വാട്ടർ കോൺസെൻട്രേഷൻ ഇസ് മോർ വിത്തിൻ ദ സോയിൽ ആൻഡ് ലെസ് ഇൻ ദ പ്ലാന്റ്സ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഇസ് മോർ വിത്തിൻ ദ സോയിൽ ആൻഡ് ലെസ് ഇൻ ദ പ്ലാന്റ്. സോ ദ വാട്ടർ മോളിക്യൂൾസ് വിൽ മൂവ് ഫ്രം ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് ഹയർ വാട്ടർ പൊട്ടൻഷ്യലിലോട്ട് ലോവർ വാട്ടർ പൊട്ടൻഷ്യലിലേക്ക് എന്ത് ചെയ്യുന്നു, ആഞ്ഞടിച്ചു കയറുന്നു. അത് കയറുന്നതോടുകൂടി അവിടെ ഉണ്ടാകുന്ന പ്രഷറാണ് റൂട്ട് പ്രഷർ. ഇറ്റ് ഇസ് എ പോസിറ്റീവ് പ്രഷർ. അതേപോലെ ഗാർഡൻ ഹോസ് പോലെയാണ്. ഇപ്പൊ വേരിലെത്തി വെള്ളം. ഇനി എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ അപ്പൊ ഇവിടെയും കുറവാ അല്ലെ, ഈ മുകൾ ഭാഗങ്ങളിൽ കുറവാ. അവിടെ എന്തുണ്ട്, സൈലം ഉണ്ട്, സൈലം ട്യൂബുകൾ ഉണ്ട് അല്ലെ, സൈലം വെസൽസ് ഉണ്ട്, ട്രക്കീഡ്സുകളൊക്കെ ഉണ്ട്, ട്യൂബുകളാണ്. അതെന്താണ്, ഏതുപോലെ നമ്മളെ വിഷം നൊട്ടിയ വയറുമായിട്ട് അല്ലെങ്കിൽ ദാഹിച്ചൊട്ടിയ വയറുമായിട്ട് ദാഹിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ജ്യൂസ് കടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുക ലൈമാണ്. ലൈം ചോദിച്ചു കഴിഞ്ഞാൽ ലൈം എന്ത് ചെയ്യും, സ്ട്രോ തരും. ആ സ്ട്രോ അപ്പൊ എന്താണ്, വെള്ളം കൂടുതൽ ആ പാത്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ്സിനകത്തുള്ളത്. സ്ട്രോ ഉണ്ട് നമ്മുടെ കയ്യിൽ, സ്ട്രോ ആണ് സൈലം. നമ്മളെ വെള്ളം നിൽക്കുന്ന ഭാഗമാണ് റൂട്ട് അല്ലെ, റൂട്ടിനകത്തും മണ്ണിനകത്തും വെള്ളം കൂടുതലുണ്ട്. സ്ട്രോ ആണ് സൈലം. നമ്മളെ വയറാണ് ഈ മുകൾ ഭാഗം, പ്ലാന്റിന്റെ മുകൾ ഭാഗം. വയറിനകത്ത് വെള്ളം ഒന്നുമില്ല, പ്ലാന്റിന്റെ മുകൾ ഭാഗത്തിനകത്ത് വെള്ളം ഒന്നുമില്ല, താഴെ വെള്ളമുണ്ട്, സ്ട്രോ ഉണ്ട്, സൈലം ഉണ്ട്. അത് വലിച്ചങ്ങോട്ട് കുടിക്കും. ദാറ്റ് ഇസ് കോൾഡ് ട്രാൻസ്പിരേഷൻ പുൾ. ആ ഒരു പുള്ളിങ്ങിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ പുൾ. അത് വലിക്കാനുള്ള കാരണം എന്താ, ബിക്കോസ് ആ ഉച്ച നേരങ്ങളിൽ ട്രാൻസ്പിരേഷൻ നടന്നതുകൊണ്ടാണ് എന്ത് അവിടെ വലിക്കാനുള്ള കാരണം. സോ ഇറ്റ് ഇസ് കോൾഡ് ട്രാൻസ്പിരേഷൻ പുൾ എന്നാണ് അതിനെ വിളിക്കുക, ട്രാൻസ്പിരേഷൻ പുൾ. സോ അത് കമ്പയർ ചെയ്തത് സക്ഷൻ ത്രൂ സ്ട്രോ. ഓക്കെ, ജ്യൂസ് സ്ട്രോയിലൂടെ ഇട്ട് കുടിക്കുന്നത് പോലെയാണ് അതിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെ. ദാഹിച്ചൊട്ടിയ വയറിലേക്ക് നമ്മൾ ജ്യൂസ് വലിച്ചല്ലാണ്ട് മെല്ലെ കുടിക്കൂലല്ലോ, വലിച്ചേ കുടിക്കുള്ളൂ. വലിച്ചു കുടിക്കുന്നത് ആ ഒരു കാപ്പിലാരിറ്റിയാണ് ആ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ആ സൈലമാണ് ആ സ്ട്രോ. ആ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ് റൂട്ടും സോയിലും. ദാഹിച്ചൊട്ടിയ വയറാണ് മുകൾ ഭാഗത്തെ ഇലകളും അതുപോലെ തന്നെ ചെടിയുടെ തണ്ടൊക്കെ. അതിനകത്ത് വെള്ളം ഇല്ല. വെള്ളം ഇല്ലാത്തതിന്റെ കാരണം എന്താ, ഇവിടെ ട്രാൻസ്പിരേഷൻ നടന്നിട്ടുണ്ട് നേരത്തെ. ഇവിടെ ട്രാൻസ്പിരേഷൻ നടന്നതുകൊണ്ട് ഇവിടെ വെള്ളം ഇല്ല. അപ്പൊ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഈ ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ലോവർ വാട്ടർ കോൺസെൻട്രേഷനിലേക്കും ഒരു പ്രത്യേക ഒരു പുള്ളും കൂടി ഉണ്ടാവും. ദാറ്റ് പുൾ ഈസ് കോൾഡ് ട്രാൻസ്പിരേഷൻ പുൾ. ദാറ്റ് പുൾ ഈസ് ഡ്യൂ ടു ദ ട്രാൻസ്പിരേഷൻ വിച്ച് ഹാസ് ബീൻ ഹെൽഡ് ബിഫോർ ദ ടൈം. ഓക്കെ, ഈ സമയത്തിന് മുന്നേ ഒരു ട്രാൻസ്പിരേഷൻ നടന്നത് കൊണ്ടാണ് അവിടെ ട്രാൻസ്പിരേഷൻ പുൾ ഉണ്ടാവാനുള്ള കാരണം. ആ ഒരു തിയറിയെ സയന്റിസ്റ്റ് വിളിച്ച പേരാണ് കൊഹേഷൻ ടെൻഷൻ ട്രാൻസ്പിരേഷൻ പുൾ മോഡൽ തിയറി. ഐ റിപ്പീറ്റ്, കൊഹേഷൻ ടെൻഷൻ ട്രാൻസ്പിരേഷൻ പുൾ മോഡൽ തിയറി. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നൗ എന്താണ് ഈ ട്രാൻസ്പിരേഷനെ എഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൾ? ഒന്ന് ടെമ്പറേച്ചർ, ലൈറ്റ്, ഹ്യൂമിഡിറ്റി, വിൻഡ് സ്പീഡ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ഓർ plant factors are. എക്സാമിന് ചോദ്യം ചോദിക്കാറുണ്ട്. plant factors are distribution of stomata, number of stomata, water status of plant, canopy structure. canopy structure എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ ആ ലീഫുകൾ നിൽക്കുന്ന രൂപമാണ്. ഓക്കെ, പിന്നേറ്റ് ആയിട്ടുള്ള ലീഫുകൾ ആണെങ്കിൽ സ്വാഭാവികം വാട്ടർ ഇവാപറേഷൻ കുറയും. ഇപ്പൊ പൈൻ ട്രീ ഒക്കെയാണ് ഇവാപറേഷൻ കുറയും. പൈൻ ട്രീ തന്നെ ഇവാപറേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അവരുടെ മോഡിഫിക്കേഷൻസ് അവരുടെ മോർഫോളജി അങ്ങനെ ആക്കിയത്. ഓക്കെ, ഇവരെന്താണ്, അവരുടെ കനോപ്പി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുട പോലെയൊക്കെ നിൽക്കുന്ന സ്ട്രക്ചറാണ് കനോപ്പി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? ടെമ്പറേച്ചർ, ലൈറ്റ്, ഹ്യൂമിഡിറ്റി, വിൻഡ്.
temperature, light, humidity, wind. Next, internal factors are distribution of stomata, number of stomata, water, status of plants and canopy structure. Okay, hope you all understood. ഇതുവരെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Next we will discuss about ascensab. എങ്ങനെയാണ് ഈ ട്രാൻസ്പിരേഷൻ പുള്ള് കൂടാതെ എങ്ങനെയാണ് ട്രാൻസ്പിരേഷൻ പുള്ളും അതുപോലെ തന്നെ റൂട്ട് പ്രഷറും കൂടാതെ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ട്രാൻസ്പിരേഷൻ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ലൊക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് വരുന്നത് തന്നെ ട്രാൻസ്ലൊക്കേഷൻ ആണ്. ട്രാൻസ്ലൊക്കേഷൻ ഓർ മാസ് ഫ്ലോ ആണ്. ഓക്കെ, മാസ് ഫ്ലോ അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ ആണ്. ഈ പേരൊക്കെ വരാറുണ്ട്, ബൾക്ക് ഫ്ലോ. ഓക്കെ, അത് സൈലത്തിലൂടെയാണ് ട്രാൻസ്പോർട്ട് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അസെൻഡ് സാപ്പ് എന്നാ വിളിക്കുക, അസെൻഡ് സാപ്പ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബൾക്ക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഈസ് കോൾഡ് ട്രാൻസ്ലൊക്കേഷൻ. ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാ. അപ്പൊ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിൽ ട്രാൻസ്പിരേഷൻ പുള്ളും റൂട്ട് പ്രഷറും വളരെ നിർബന്ധമായ ഒരു ഘടകമാണ്. അത് കൂടാതെ വേറെ എന്താണ് സൈലം ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ അസെൻഡ് സാപ്പിന് വേണ്ടി സഹായിക്കുന്നത്? കേട്ടോളൂ. ഒന്ന് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വരാറുണ്ട്. ഒന്നാണ് കൊഹേഷൻ. ഓക്കെ, അതായത് റൂട്ട് പ്രഷറും അതുപോലെ തന്നെ ട്രാൻസ്പിരേഷൻ പുള്ളുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമിന് വരാറുണ്ട് ട്രാൻസ്പിരേഷൻ പുള്ളാണ്. റൂട്ട് പ്രഷറും ട്രാൻസ്പിരേഷൻ പുള്ളുമാണ് ഇമ്പോർട്ടന്റ് ആയത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ട്രാൻസ്പിരേഷൻ പുള്ളാണ്, എക്സാമിന് വരാറുണ്ട്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫാക്ടർ ട്രാൻസ്പിരേഷൻ പുള്ളാണ്. അത് കൂടാതെ വേറെ എന്തെല്ലാം ഫാക്ടറാണ് എഫക്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ ഫാക്ടർ കൊഹേഷൻ. എന്താണ് കൊഹേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിന് എപ്പോഴും അടുത്ത വാട്ടർ മോളിക്യൂളെ കാണുമ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കൊഹേഷൻ, മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ, നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഒരു സർഫസിനകത്ത് രണ്ട് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ ആ വെള്ളത്തിന് അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് അവർ നമ്മൾ കൂട്ടിമുട്ടും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കൊഹേഷൻ. അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ടുവേർഡ്സ് ദി പോളാർ സർഫസ്. ഇപ്പൊ ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് പോളാറിലേക്ക് പോകാനുള്ള, ഹൈറ്റിലേക്ക് പോകാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്ഹഷൻ എന്ന് വിളിക്കുക. സോ കൊഹേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂൾസിന്റെ മ്യൂച്വൽ അട്രാക്ഷൻ ആണ് എന്ത് വിളിക്കുക? നമ്മൾ കൊഹേഷൻ എന്ന് വിളിക്കുന്നത്. അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ടുവേർഡ്സ് ദി പോളാർ സർഫസ്. നെക്സ്റ്റ് ഇസ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോളാർ സർഫസിലേക്ക് ഇങ്ങനെ വളരെ വേഗത്തിൽ പുൾ ചെയ്ത് പോകുന്നതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുക? നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത്. കൂടിയാൽ മാത്രം പോരാ, അതിനെ സ്റ്റേബിൾ ആക്കും വേണം. ദാറ്റ് ഇസ് കോൾഡ് ടെൻസൈൽ സ്ട്രെങ്ത്, എബിലിറ്റി ടു റെസിസ്റ്റ് ദ പുള്ളിംഗ് ഫോഴ്സ്. ആ പുള്ളിംഗ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത്. കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ പൈപ്പിനകത്തു കൂടെ വെള്ളത്തിന് പോകാനുള്ള കഴിവിനെയാണ് നമ്മൾ കാപ്പിലാരിറ്റി. സോ കാപ്പിലറി ട്യൂബ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു റൈസ് ഇൻ എ ട്യൂബ് ഈസ് കോൾഡ് കാപ്പിലാരിറ്റി. അപ്പം ഒന്നും പറയാം, കൊഹേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ. അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിന് പോളാർ സർഫസിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് അഡ്ഹഷൻ. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ability to resist the pulling force, and capillarity means ability to rise in a tube is called capillarity. Okay, next we will discuss about transpiration and photosynthesis in the relation ആണ്. ട്രാൻസ്പിരേഷനും ഫോട്ടോസിന്തസിസും തമ്മിലുള്ള റിലേഷൻ ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, ട്രാൻസ്പിരേഷൻ നടക്കുന്നതുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. It helps in absorption of transport and water and mineral. It helps in absorption and transport of water and minerals. രണ്ട് പോയിന്റ് കിട്ടി. It helps in absorption, transport of water and minerals. Okay. രണ്ടാമത്തത്, സപ്ലൈ വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ്. വെള്ളം നിർബന്ധ ഫോട്ടോസിന്തസിസ്. കാരണം എന്താ? ഇലകളിലുള്ള സ്റ്റൊമാറ്റോ ഓപ്പൺ ആക്കണം. ഇലകളിലുള്ള സ്റ്റൊമാറ്റോ, ഇത് ഒരു തവണ നീറ്റിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇലകളിലുള്ള സ്റ്റൊമാറ്റോ ഓപ്പൺ ആക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം അങ്ങോട്ട് കയറി ചെല്ലണം. വെള്ളം അങ്ങോട്ട് കയറി ചെന്നെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ക്ലോസ് ആയിരുന്ന സ്റ്റൊമാറ്റോ ഇങ്ങനെ ഓപ്പൺ ആവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ക്ലോസ് ആയിരുന്ന സ്റ്റൊമാറ്റോ വാട്ടർ ചെന്നെങ്കിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ മാത്രമേ ഉള്ളൂ എന്ത്? ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയുള്ളൂ. കാരണം എന്താ? സ്റ്റൊമാറ്റൽ പോർ ഓപ്പൺ ആക്കണം. ഐ റിപ്പീറ്റ്, സ്റ്റൊമാറ്റൽ പോർ ഓപ്പൺ ആക്കണം. സ്റ്റൊമാറ്റൽ പോർ ഓപ്പൺ ആക്കിയെങ്കിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എന്ത് ചെയ്യുള്ളൂ? എടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ആ ട്രാൻസ്പിരേഷൻ എന്നുള്ള പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇവാപറേഷൻ ആണ്. ഇവാപറേഷൻ മേക്സ് ദ ഏരിയ ഓർ ലീഫ് ഏരിയ കൂൾ. അവിടെ ഒരു കൂൾ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും, ബിക്കോസ് ട്രാൻസ്പിരേഷൻ നടക്കുന്നതുകൊണ്ട്. അടുത്തത്, മെയിൻറ്റെയിൻ ഷേപ്പ്. കൃത്യമായ ഷേപ്പും സ്ട്രക്ചറും ഇലകൾക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സിന് മെയിൻറ്റെയിൻ ചെയ്യും. സോ ഒന്നാമത്തത്, അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ടു ദ വേരിയസ് പാർട്സ്. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ്. ഇവാപറേഷൻ മേക്സ് കൂൾ ആൻഡ് മെയിൻറ്റെയിൻ എ structure or maintain a shape is called
ട്രാൻസ്പിരേഷൻ. ഓക്കെ, അപ്പൊ ട്രാൻസ്പിരേഷന്റെ ഏറ്റവും വലിയ ഉപകാരങ്ങൾ അതൊക്കെയാണ്. ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ദാറ്റ്, ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ഈസ് ദാറ്റ് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഇതൊരു നിഗമനമാണ്, അല്ലെങ്കിൽ ഒരു അനുമാനമാണ്, അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ ഹൈപ്പോത്തസിസ്. ബൾക്ക് ഫ്ലോ ഹൈപ്പോത്തസിസ്, മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഓർ ബൾക്ക് ഫ്ലോ ഹൈപ്പോത്തസിസ്. Okay, that was hypothesized by Ernest Munch. Ernest Munch ആണ് ഹൈപ്പോത്തസൈസ് ചെയ്തത്. ഓക്കെ, ഇതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രക്രിയ വഴി ഇലകളിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഭക്ഷണങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ബൈ ഫോട്ടോസിന്തസിസ് ഇലകളിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ആൻഡ് ദോസ് ആർ ഫ്രക്ടോസ്, അല്ലെ? ഫ്രക്ടോസ് എന്നുള്ള ഫോമിലാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പിന്നെ സൂക്രോസ് എന്ന രൂപത്തിലൊക്കെ ആക്കി മാറ്റുന്നു. സൂക്രോസ് ഓർ ഗ്ലൂക്കോസ് ഒക്കെ ആക്കി മാറ്റുന്നു. സൂക്രോസ് ഓർ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. എന്നിട്ട് ആ ലീഫിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് കൊടുക്കുന്നത് എങ്ങോട്ടാ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ലീഫിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് കൊടുക്കുന്നത് നമ്മളെ ഫ്ലോയത്തിലോട്ടാണ്. ഫ്ലോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പാനിയൻ സെല്ലുണ്ട്, ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കമ്പാനിയൻ സെല്ലാണ്. ആൻഡ് നോട്ട് ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ളത് ആരാണ്? സീവ് ട്യൂബ് ആണ്. സീവ് ട്യൂബ്. ഓക്കെ, അപ്പൊ കമ്പാനിയൻ സെല്ലുണ്ട്, സീവ് ട്യൂബ് ഉണ്ട്. സോ ദിസ് ഇസ് കോൾഡ് സീവ് ട്യൂബ് ആൻഡ് ദിസ് ന്യൂക്ലിയേറ്റഡ് സെൽസ് ആർ കോൾഡ് കമ്പാനിയൻ സെൽസ്. ഓക്കെ, സോ ദിസ് സൂക്രോസ് വിൽ ബി കാരിയഡ് ടു ദിസ് സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലേക്കാരം, അല്ലെ? അപ്പൊ സൊല്യൂട്ട് ആണ് ഇവിടെ കൂടുതൽ. സൊല്യൂട്ട് കൂടുതലാവുമ്പോൾ ഇവിടെ വാട്ടർ കുറവാണ്. സോ ദിസ് ഇസ് ലോ കോൺസെൻട്രേഷൻ ആണ്, അല്ലെ? ഇവിടെ സൊല്യൂട്ട് കൂടുതലാവുമ്പോൾ ഇവിടെ വാട്ടർ കുറവാണല്ലോ, അതുകൊണ്ട് ലോ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ. പക്ഷെ ഇവിടെ എന്തായിക്കാരം? ഇവിടെ സൊല്യൂട്ട് ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ എന്താണ്? ഹൈ കോൺസെൻട്രേഷൻ. സോ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം മോളിക്യൂൾസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. സോ ഇറ്റ് റിക്വയർ ATP, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇവിടെ ഷുഗർ കണ്ടന്റ് ആണ് ഉള്ളത്. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ട് ആണ്. സൊല്യൂട്ട് മോളിക്യൂൾസ് ആകുമ്പോൾ അവിടെ എന്താണ്? സൊല്യൂഷൻ ആണ്. സ്വാഭാവികം ഇവിടെ വാട്ടർ മോളിക്യൂൾസ് കുറവായിരിക്കും. സോ മൂവ്മെന്റ് ഓഫ് ദിസ് മോളിക്യൂൾസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അപ്പൊ എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്, എനർജി റിക്വയർഡ് ആണ്. ഇപ്പൊ എന്തായി? ആ സൊല്യൂട്ട് അല്ലെങ്കിൽ സൊല്യൂട്ട് മോളിക്യൂൾസ് ഇവിടെ എത്തി, അല്ലെ? അല്ലെങ്കിൽ ഷുഗർ മോളിക്യൂൾ ഇവിടെ എത്തി. ഇനി ഇതെന്ത് ചെയ്യുന്നു? ജസ്റ്റ് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് മാറുന്നു. ഓക്കെ, സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഇങ്ങോട്ട് മാറുന്നു. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? ഇനിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇവിടെ സൈഡിലൂടെ ആര് പോകുന്നുണ്ട്? സൈലം പോകുന്നുണ്ട്. സൈലത്തിലൂടെ ആര് പോകുന്നുണ്ട്? വാട്ടർ പോകുന്നുണ്ട്, അല്ലെ? അസൻ സാപ്പ് അല്ലെങ്കിൽ വാട്ടർ ഉണ്ട്, അല്ലെ? വാട്ടർ മോളിക്യൂൾസുകൾ പോകുന്നുണ്ട്. ഇനി ഇവിടെ കണ്ടോളൂ, ഈ ഒരു സിസ്റ്റം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം ഈ സിസ്റ്റം ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ്. ഹൈപ്പർടോണിക് സൊല്യൂഷൻ. അപ്പൊ എന്താ? വാട്ടർ മോളിക്യൂൾസ് ഇവിടെ കൂടുതലാണ്. അപ്പൊ വാട്ടർ മോളിക്യൂൾ ഇവിടെ കൂടുതലാവുമ്പോൾ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇവിടെ വാട്ടർ മോളിക്യൂൾ കുറവാണ്, കാരണം നമ്മുടെ സൊല്യൂട്ട് ആണ്. സോ ഇവിടെ ലോവർ കോൺസെൻട്രേഷൻ ആണ്, ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ. സോ ദ വാട്ടർ മോളിക്യൂൾ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ബൈ ഡിഫ്യൂഷൻ. ഓക്കെ, അങ്ങനെ ഈ സെല്ല് പ്ലാസ്മോലൈസ് ആവും. ഈ സെല്ല് എന്ത് ചെയ്യും? പ്ലാസ്മോലൈസ് ആവും. കാരണം എന്താ? ഇതിനകത്ത് വാട്ടർ മോളിക്യൂൾ, അത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ് ഇത് രണ്ടും, അല്ലെ? അപ്പൊ ഈ സെല്ല് പ്ലാസ്മോലൈസ്ഡ് ആവും. അപ്പൊ ഇവിടുന്ന് വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾ മൂവ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു, അല്ലെങ്കിൽ ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോ വാട്ടർ പൊട്ടൻഷ്യൽ നീങ്ങുന്നു. അങ്ങനെ ഇവിടെ നിന്ന് അതെന്ത് ചെയ്യുന്നു? സൊല്യൂഷൻ ആയി മാറും. എന്തായിരുന്നു? സൊല്യൂഷൻ ആയിട്ട് മാറും. സൊല്യൂഷനായി. ഓക്കെ, നൗ ഇവിടെ എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് പ്രഷർ വരും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു? നെഗറ്റീവ് പ്രഷർ വരുന്നു. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. എങ്ങനെ? ആൻഡ് ഇറ്റ് വിൽ ബിക്കം പോസിറ്റീവ്. പിന്നെ ഇവിടെ നെഗറ്റീവ് ആവും. അപ്പൊ എന്താണ്? ഇവിടെ പോസിറ്റീവ് ആയി. അപ്പൊ തൊട്ട് മുകളിൽ നെഗറ്റീവ് ആയിരിക്കും. എന്താണ്? സോറി, തൊട്ട് താഴെ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ താഴേക്ക് എന്ത് ചെയ്യുന്നു? ആ പ്രഷർ ഗ്രേഡിയന്റ് അനുസരിച്ച് താഴോട്ട് ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നു. ഓക്കെ, താഴോട്ട് ഇറങ്ങി വരുന്നു. നൗ ഇവിടെ താഴെത്തി കഴിഞ്ഞാൽ ദിസ് ഇസ് കോൾഡ് റൂട്ട്. ഓക്കെ, ഇവിടെ റൂട്ട് എത്തി. റൂട്ടാണ് ഏത്? സിങ്ക്. ആൻഡ് ലീഫാണ് ഏത്? സോഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്തുണ്ടാവും? സൊല്യൂട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ ആരുണ്ടാവും? സൊല്യൂട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും. സൊല്യൂട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ആരുണ്ടാവും? വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, സൊല്യൂട്ട് ഉണ്ടാവും, വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് സൊല്യൂട്ട് മോളിക്യൂൾസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ലോവർ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെയോ? ഇവിടെ കൂടുതൽ വാട്ടർ ഒക്കെ ഉള്ളതുകൊണ്ട്, റൂട്ട്സിൽ കൂടുതൽ വാട്ടർ ഒക്കെ ഉള്ളത്, ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ. സോ മൂവ്മെന്റ് ഓഫ് ദീസ് മോളിക്യൂൾസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ഇറ്റ് റിക്വയർ ATP. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. മുകളിൽ പറഞ്ഞ അതേപോലെ. പിന്നെ ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇവിടെ പിന്നെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? വാട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ വാട്ടർ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ വാട്ടർ നേരത്തെ നീങ്ങിയിട്ട് മേലോട്ട് എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികം ഈ വാട്ടർ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആസ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. അപ്പൊ വെള്ളം എന്ത് ചെയ്യുന്നു? വീണ്ടും ആ വെള്ളം എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് എത്തുന്നു. ഓക്കെ, ആ വെള്ളം വീണ്ടും ഇങ്ങോട്ട് എത്തുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ റിപ്പീറ്റ്, ഒന്നും പറയാം.
ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രവർത്തനം വഴി ഫ്രക്ടോസ് എന്നുള്ള സൊല്യൂട്ടുകൾ ഉണ്ടാക്കി. ആ സൊല്യൂട്ടുകൾ സൂക്രോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന രൂപത്തിലേക്കാക്കി മാറ്റി ലീഫിൽ. സോ ലീഫ് ഈസ് കോൾഡ് സോസ്. എന്നിട്ട് അതിന് പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്പാനിയൻ സെൽസിലേക്ക് മാറ്റി. അവിടുന്ന് പിന്നെ കാരണം എന്താ, കമ്പാനിയൻ സെൽസിലേക്ക്, കാരണം ഇവിടെ സൊല്യൂട്ട് ആയതുകൊണ്ട് ഹിയർ ഇറ്റ് ഈസ് കോൾഡ് ലോവർ കോൺസെൻട്രേഷൻ. വെള്ളമല്ലല്ലോ, ഇവിടെ വെള്ളം ഉണ്ട്, അതുകൊണ്ട് ഇറ്റ് ഈസ് ഹയർ കോൺസെൻട്രേഷൻ. ഇറ്റ് ഈസ് മൂവ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. സോ ഇറ്റ് റിക്വയർ ATP. ഇറ്റ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഇവിടെ വെള്ളം ഉണ്ടാവും, ഇവിടെ നിന്ന് നീങ്ങി വന്ന ഇവിടുത്തെ വെള്ളം ഉണ്ടാവും, ഇവിടെ സൊല്യൂട്ട് ഉണ്ടാവും. സ്വാഭാവികം ഇവിടെ വാട്ടർ മോളിക്യൂൾ ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വാട്ടർ മോളിക്യൂൾസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങും ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. കാരണം എന്താ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷനാണ്. ആൻഡ് ദ സെൽ വിൽ ബിക്കം പ്ലാസ്മോലൈസ്ഡ്. അങ്ങനെ ഇവിടെ ഒരു പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാവും. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് പ്രഷർ ഉണ്ടാവും. അങ്ങനെ അത് ഇവിടെ നിന്ന് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് നീങ്ങും. പിന്നെ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ഉണ്ടാവും, അങ്ങനെ ഇങ്ങോട്ട് നീങ്ങും. പിന്നെ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ഉണ്ടാവും, അങ്ങനെ ഇങ്ങോട്ട് നീങ്ങും, താഴത്തോട്ട് നീങ്ങി വരും. സോ ദാറ്റ് ഈസ് കോൾഡ് പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് എന്ന പേരിലും ഇതിനറിയപ്പെടുന്നുണ്ട്. പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇത് മാസ് സബ്സ്റ്റൻസിനെ ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. എന്നിട്ട് ഇവിടെ സബ്സ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ ലോവർ കോൺസെൻട്രേഷൻ എന്ന് ഇവിടെ വാട്ടർ കൂടുതലാണ്. സോ മോളിക്യൂൾസ് വിൽ മൂവ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ബൈ യൂസിങ് ATP. നൗ വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. വാട്ടർ മോളിക്യൂൾ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ബൈ simple diffusion. This is what we call it as mass flow hypothesis അല്ലെങ്കിൽ pressure flow hypothesis അല്ലെങ്കിൽ bulk flow hypothesis, which was explained by Ernst Mach. It is a hypothesis ആണ്, ഇതൊരിക്കലും ഒരു ഫാക്റ്റ് അല്ല, ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, ഒരു അനുമാനമാണ് ഇങ്ങനെ ആയിരിക്കാമെന്ന്. എന്നിട്ടോ ഈ ഫ്ലോയം ട്രാൻസ്പോർട്ടിനെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ഗർഡ്ലിംഗ് എക്സ്പെരിമെന്റ്. എക്സാമിന് വളരെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് ഗർഡ്ലിംഗ് എക്സ്പെരിമെന്റ്. നമ്മളിപ്പോൾ ഡൈക്കോട്ട് ആയിട്ടുള്ള പ്ലാന്റിന്റെ ഒരു പ്ലാന്റിനെ കൺസിഡർ ചെയ്യുക. ആ പ്ലാന്റിന്റെ ബാർക്കിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുക. ആ ബാർക്കിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാർക്ക് ഇങ്ങനെ ആയിരിക്കും അല്ലെ, മരം മുറിക്കാനല്ല പറയുന്നത്, ബാർക്കിനെ മാത്രം കട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഉള്ളിൽ കോർക്ക് പോർഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ. കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗം, താഴെ ഭാഗം അല്ല, മുകൾ ഭാഗം എന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തള്ളി വരുന്നുണ്ടാവും. മുകൾ ഭാഗം താഴോട്ട് ഇങ്ങനെ തള്ളി വരുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ് ഇൻഡിക്കേറ്റ് ഫ്ലോയം ട്രാൻസ്പോർട്ട്. ഫ്ലോയം എന്താണ്, ഭക്ഷണ പദാർത്ഥങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലാവും. അപ്പൊ ഫ്ലോയമാണ് ആ താഴോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഗർഡ്ലിംഗ് എക്സ്പെരിമെന്റ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ട ഒരു വാക്കുണ്ട്, ഗട്ടേഷൻ. ഓക്കെ, ഗട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്പിരേഷൻ പുള്ളു വഴി എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ ലീഫിൽ എത്തിക്കഴിഞ്ഞാൽ, ട്രാൻസ്പിരേഷൻ പുള്ളു വഴി എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ ലീഫിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ രാത്രി സമയത്ത് വെള്ളങ്ങൾ നന്നായിട്ട് ഉള്ളിൽ കയറുമല്ലോ, അത് രാവിലെ എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇലകളുടെ തുമ്പത്തൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളത്തുള്ളികൾ ഇങ്ങനെ വരും. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ഗട്ടേഷൻ. ഓക്കെ, ഗട്ടേഷൻ ദാറ്റ് ഒക്കർ ത്രൂ ഹൈഡാത്തോഡ്സ്. ഏതിലൂടെ നടക്കുക, ഹൈഡാത്തോഡ്സിലൂടെയാണ് എന്ത് നടക്കുക, ഗട്ടേഷൻ നടക്കുക. ഓക്കെ, ഒരു വാക്ക് അത് നിങ്ങൾ ഓർത്തു വെക്കണം. രണ്ടാമത്തെ വാക്ക് നിങ്ങൾ നിങ്ങളുടെ നീറ്റിന് ഓർത്തു വെക്കേണ്ട രണ്ടാമത്തെ ഒരു വാക്കാണ് എറ്റിയോളേഷൻ. എന്താണ് എറ്റിയോളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനറൽ ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എറ്റിയോളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെഫിഷ്യൻസി ഡിസീസ്. ഇറ്റ് ഈസ് ദ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് പ്ലാന്റ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് സൺലൈറ്റ് അല്ലെ. സൺലൈറ്റ്, സൂര്യപ്രകാശത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന ഡിസീസാണ് എറ്റിയോളേഷൻ. അതായത് ഡാർക്ക് കാരണം ഉണ്ടാവുന്നതാണ്, ഡാർക്ക്. ഓക്കെ, പ്ലാന്റ്സിന് ഡാർക്ക് ആയി കഴിഞ്ഞാൽ, പ്ലാന്റ്സിൽ സൺലൈറ്റ് തട്ടാതെ ഡാർക്ക് അവസ്ഥയാണെങ്കിൽ, ദാറ്റ് ഈസ് കോൾഡ് എറ്റിയോളേഷൻ. ദാറ്റ് ഡിസീസ് ഈസ് കോൾഡ് എറ്റിയോളേഷൻ. നോട്ട് എ ഡിസീസ് ഡ്യൂ ടു മിനറൽ ഡെഫിഷ്യൻസി. ഇറ്റ് ഈസ് എ ഡിസീസ് ഡ്യൂ ടു ലാക്ക് ഓഫ് സൺലൈറ്റ് ഓർ പ്രസൻസ് ഓഫ് ഡാർക്ക്നെസ്. ഇനി നിങ്ങൾ ഇതിനകത്ത് വേറൊരു വാക്ക് ഓർത്തു വെക്കണം, വിൽട്ടിംഗ് എന്ന വാക്കുകൾ ഓർത്തു വെക്കണം. ഓക്കെ, വിൽട്ടിംഗ്, ഇതൊന്നും ടെക്സ്റ്റിൽ ഇല്ലാത്ത വാക്കുകളാണ്. വിൽട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ ചുളുങ്ങി പോവുക. ഇലകൾ ഇപ്പൊ ഇങ്ങനെ നിവർന്നിരുന്നിരുന്ന ഇലകൾ എന്ത് ചെയ്തു, ചുളുങ്ങി പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങി പോവുക, അല്ലെങ്കിൽ എന്താ പറയാ, അതിങ്ങനെ വാടി പോവാന്ന് അതിനെ വിളിക്കുക. ഓക്കെ, കാരണം എന്താണ്, ബിക്കോസ് ഇതിനകത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്ന സൈലം എന്താണ്, ബിക്കോസ് വെള്ളം ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സൈലം ബ്ലോക്ക് ആവുമ്പോഴാണ് എന്ത് നടക്കുക, വിൽട്ടിംഗ് നടക്കുക. ഓക്കെ, അപ്പൊ വിൽട്ടിംഗ് എന്തുകൊണ്ടാണ്, സൈലം ഈസ് ബ്ലോക്ക്ഡ്, സോ വിൽട്ടിംഗ് വിൽ ബി ഒക്കർ. ഓക്കെ, സോ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.